സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം വലിയ ജീവിതാനുഭവങ്ങളുള്ള ഒരു പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കലാകാരനാണ്, വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പ്രത്യേകമായ കർത്താവെ, വിറ്റ്നസിന് ഇങ്ങനൊരു അവസരം കൊണ്ട് അവിടെ നൽകിയതിനായ സ്തോത്രം. നല്ലൊരു അനുഭവം ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിലോ ഞങ്ങൾക്കെല്ലാം അത് വലിയ ആത്മീയ വിടുതലിന്, അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന മാസ്റ്റർക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. നിനക്ക് മാനവ മഹത്വം എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അങ്ങനെ അവിടുന്ന് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവ മഹത്വത്തെ കർപ്പിക്കുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ല ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം നമ്മളോട് കൂടെ പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് മാസ്റ്റർ. സൗഖ്യമായിട്ടിരിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്നേ? ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷം നമ്മളോടൊപ്പം കടന്നു വന്ന് ഇങ്ങനൊരു സെഷനിൽ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി സമയം തന്നതിൽ നന്ദി പറയുക. ആരംഭത്തിൽ തന്നെ സത്യത്തിൽ ഒരു 3-4 വർഷം മുമ്പ് നമ്മുടെ ആസാദി പ്രോഗ്രാമൊക്കെ കോവിഡിൻ്റെ ഇടയിലൊക്കെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ദേവദാസിൻ്റെ നമ്പർ കിട്ടിയിരുന്നു. പല പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചു ഒരു സെഷന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരണമെന്ന്. ഇന്നാണ് അതിനുള്ള ഒരു സമയം ക്രമീകരിക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? പാട്ടുമായിട്ടുള്ള ബന്ധം, കലാകാരനാണ്, മ്യൂസിക് ടീച്ചറൊക്കെയാണ്. കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാനുണ്ട്. കലാകാരൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഞാൻ റിതം സ്റ്റൈഡ് മാഷായിരുന്നു. ആക്ച്വലി തബലിസ്റ്റ് ആയിരുന്നു. മൃദംഗം വായിക്കും, ഡ്രം എന്ന് പറയുമ്പോൾ മാനുവൽ ഡ്രം, മൃദംഗവും തബലയാണ് മെയിൻ. ശരി. പല കലാ അല്ലേ മേഖലകളിൽ പല ട്രൂപ്പുകളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തോ? ഇഷ്ടം പോലെ പ്രൊഫഷണൽ ഒത്തിരി ട്രൂപ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പം നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ജനിച്ചു വളർന്നത് എവിടെയാ, നാടും സ്ഥലവും, വീട്ടുകാരെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒക്കെ ഒന്ന് കേൾക്കാം. മാവേലിക്കരയാണ് സ്ഥലം അല്ലേ? മാവേലിക്കര. എൻ്റെ നാട് മാവേലിക്കരയാണ്. മാവേലിക്കര. അപ്പം അത് അത്ര എനിക്കറിയാം. ഇനി ബാക്കി എനിക്ക് കേൾക്കണം. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിചയപ്പെടുത്തലിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരുന്നു. എൻ്റെ നാട് മാവേലിക്കരയാണ്. ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണെങ്കിലും വളർന്നത് ഹൈറേഞ്ചിലായിരുന്നു, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ. പിന്നെ പഠിച്ചത് പല സ്ഥലത്തായിട്ടാണ്. അങ്ങനെ എൻ്റെ ചെറിയ പ്രായത്തിൽ 7 വയസ്സിൽ കാഴ്ച പോയി. എൻ്റെ പേര് ശരിക്കും KV കൃഷ്ണകുമാർ എന്നാണ്. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. എൻ്റെ ഭാര്യ 3 വർഷം മുമ്പ് സിസ്റ്റർ ജെസി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങളൊരു സുവിശേഷ കുടുംബം തന്നെയാണ്. എൻ്റെ മകൻ ഇപ്പോൾ പവർ വിഷൻ ചാനലിലെ ഓഡിയോ എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയറാണ്. അവനൊരു ഡ്രമ്മറാണ്, കലാകാരനാണ്. കീബോർഡും ഡ്രമ്മും ഒക്കെ വായിക്കും. അവനും കലാകാരനാണ്. എൻ്റെ മകളൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് ഒന്നുമല്ല, ഒരു പ്രൈവറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. മരുമകൻ ടീച്ചറാണ്. എനിക്ക് 3 പേരക്കുട്ടികളുണ്ട്. മോൾക്ക് 2 കുട്ടികളും മോനൊരു കുട്ടി. മിനിഞ്ഞാന്നായിരുന്നു എൻ്റെ ഡെഡിക്കേഷൻ. 10 മാസം കഴിഞ്ഞു കുട്ടിക്ക്. 3 പേരക്കുട്ടികളും പെൺകുട്ടികളാണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞാനിപ്പോൾ മോൻ്റെ കൂടെ താമസിക്കുന്നു, മകൻ്റെ കൂടെ താമസിക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഹിസ്റ്ററി. പിന്നെ ഞാൻ സാക്ഷ്യത്തിൽ പറയുമ്പോൾ അനുഭവങ്ങൾ പറയാം. പിന്നെ എനിക്കൊരു ചോദിക്കുകയാണേ,
കണ്ണിന്റെ പ്രശ്നങ്ങളുണ്ട്. ആ, ഉണ്ട്, ചെറിയ പൂർണ്ണമായി പ്രായം മുതലേ കാഴ്ചയില്ലാത്ത ആളാണ്. ഉള്ളതാണോ അത്? അതെ, 7 വയസ്സ് മുതലുള്ള. അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും. അതുകൊണ്ടാണ് ഞാൻ പിന്നത്തെ ശരി. അതുപോലെ തന്നെ പറയേണ്ട പറയാതിരുന്നത്. ഒരു കാര്യമാണ്, കാഴ്ചയില്ലാത്തവര് ഒന്നിച്ചു ചേർന്നുള്ള ചില പ്രവർത്തനങ്ങൾ അല്ലേ? ഉണ്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മ്യൂസിക് ടീമൊക്കെ ഉണ്ട്. അതെ. പല പ്രവർത്തനമുണ്ട്. ശരി, അതിലൊന്നതാ. ശരി. ദൈവത്തിന് അതെല്ലാം കേൾക്കണം കേട്ടോ. ഓ, അപ്പം ചെറിയ താങ്ക് പ്രായം യു. മുതലുള്ള അനുഭവങ്ങൾ പറയാം. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഞാൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു. പ്രിയപ്പെട്ട മാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃപയാൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു. അത് കർത്താവിനാൽ നൽകി തന്നു. അതിനുവേണ്ടി മുഖാന്തരം ഒഴുകിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിന്നി സാറിനെയും കുടുംബത്തെയും ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ സാക്ഷിയാകാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമുക്ക് ചില കമ്മിറ്റ്മെന്റ് ഉണ്ട്, സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ്, സോഷ്യൽ ലൈബിലിറ്റി, ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ട്. അത് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിലാണ് കർത്താവിന് പ്രസാദമുള്ളത്. സുവിശേഷം വിഭാഗിക്കപ്പെട്ടിട്ടില്ല. സകല ജനത്തിലും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് അതും പറഞ്ഞത്. അത് മാത്രമല്ല, സുവിശേഷ ദൗത്യത്തിന് ബലഹീനത ഒരു പ്രശ്നമല്ല. ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച മോശയുടെ വിക്ക് ദൈവം മാറ്റിയായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അതുപോലെ മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട പൗലോസിന്റെ ശൂലം മാറ്റിയായിട്ട് വായിക്കുന്നില്ല. പക്ഷേ പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ല, എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട പൗലോസ് പോലും പറയുന്നു, സുവിശേഷം ഇല്ലായെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പം നമ്മുടെയൊക്കെ ബാധ്യത എത്രയാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ് എത്രയാണെന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചു. അതാണ് ഞാൻ ഈ വൈകല്യം ഉണ്ടെങ്കിലും കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഫിന്നിസാർ പറഞ്ഞു, നല്ലൊരു സാക്ഷ്യം കേൾക്കാൻ പോകുന്നു പറഞ്ഞു. നല്ലതാണോ, ഇനി കേൾക്കാൻ കൊള്ളതാണോ, ഞാൻ പ്രയോജനപ്പെടുകയാണോ, നിങ്ങൾക്കൊരു ഉത്തേജനവും പ്രേരണയും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കേട്ട് കഴിഞ്ഞാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതങ്ങനെയൊന്നും ഇല്ല. ഞാനൊരു ചെറിയ അനുഭവം പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മളിത് പറയുമ്പോഴും ഇത് അനുഭവ സാക്ഷ്യം എന്നാണ് പറയുന്നത്. അനുഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. അതിനകത്ത് നിങ്ങൾക്കൊരു ശക്തി തരുന്നതൊക്കെ ദൈവമാണ്. എൻ്റെ ശബ്ദം ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. എങ്ങനെ എഫക്റ്റ് ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ചുരുക്കമായി എൻ്റെ അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞങ്ങളുടെ സ്വദേശം മാവേലിക്കരി ആയിരുന്നു. എൻ്റെ പിതാവ് മൈസൂർ ഇറിഗേഷൻ ജോലി ചെയ്തതിനു ശേഷം ഹൈറേഞ്ചിൽ ടി എസ്റ്റേറ്റിൽ വന്നൊരു നല്ല ഉദ്യോഗസ്ഥനായി. അന്ന് അച്ഛൻ്റെ ഉണ്ടായിരുന്ന പൈസ മുടക്കി സ്ഥലം വാങ്ങിക്കുകയും അന്ന് ഹൈറേഞ്ചിലൊക്കെ എൻക്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളെ വെച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചും കുറച്ച് സ്ഥലമൊക്കെ നേടി, അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ നേടി, സന്തോഷത്തോടെ സമാധാനത്തോടെ സൗഖ്യത്തോടെ സമൃദ്ധിയോടെ ജീവിക്കുന്ന കാലത്താണ് എൻ്റെ കാഴ്ചശക്തി പോയത്. പൂർണ്ണമായിട്ടൊന്നും പറയാൻ ഞാൻ ബാല്യകാലം മുഴുവനായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. എന്തായാലും അങ്ങനെ സംഭവിച്ചു. എന്നാൽ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല. എന്നെ അറിയാവുന്നവർക്ക് അത് പൂർണ്ണമായിട്ട് അറിയാം. ഞാൻ പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്ത ആളാണ്. ആ കാഴ്ചയില്ലായ്മയെക്കുറിച്ച് ഞാൻ പിന്നെ അടുത്ത നിമിഷത്തിൽ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന കാഴ്ചയില്ലാത്തവനായി കണ്ടാലും ഞാൻ ജനിച്ചപ്പോൾ പഠിച്ചപ്പോൾ കാഴ്ചയുള്ളവനായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്വന്തം മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വാനിൽ പറക്കുന്ന പർവ്വജാതികൾ, സസ്യലതാദികൾ, സൂര്യ ചന്ദ്രന്മാര്, നക്ഷത്രങ്ങളെ, മെഴുകുതിരി ലാമ്പ്, മെർക്കുറി ലാമ്പ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രകാശമൊക്കെ എങ്ങനെയാണെന്നറിയാം, നിറങ്ങൾ അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ മുഖം അറിയാം. അത്യാവശ്യം മൃഗങ്ങളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. പശു, ആട് അങ്ങനെയൊക്കെ കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. അല്ലാതെ ഒത്തിരി കാര്യങ്ങളൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല. ആനയൊന്നും കണ്ടിട്ടില്ല. ആനയുടെ ശബ്ദം ഞാൻ കാട്ടാനയുടെയും നാട്ടാനയുടെയും ശബ്ദം കേട്ടിട്ടുണ്ട്, കാട്ടാനയുടെ അടുത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ലാതെ അതിന്റെ ശബ്ദമല്ലാതെ അതിനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്കൊരു ചെറിയ പ്രായത്തിൽ നിങ്ങളെപ്പോലെ തന്നെ കാഴ്ച ഉള്ളവനായിരുന്നു. തികച്ചും യാദൃശ്യമായ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കുള്ള ഒരു സ്ഥലം നോക്കാനായിട്ട് സ്ഥലത്ത് പോയി. ഞാൻ എപ്പോഴും ഓർക്കുന്നു. അത് എവിടെയാണെന്നും എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. അത്ര ചെറിയ ഇപ്പോഴും ഓർമ്മയില്ല. നല്ല സമ്പത്തുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ് കൂടുതലുള്ളൂ. ഞാൻ കണ്ട കാഴ്ചയുണ്ട്.
ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ചില ആളുകൾ കൂടിയിരിക്കുന്നു. കുറച്ച് പേര് കപ്പ വാട്ടുന്നു, കുറച്ച് പേര് ഈ ഇഞ്ചി പറിച്ചു കൂട്ടുന്നു, അടയ്ക്ക പൊളിച്ചു കൂട്ടുന്നു. അങ്ങനെയൊക്കെ കുറെ കാഴ്ചപ്പാട്. നെല്ല് കൊയ്തുകൊണ്ട് വന്നിരിക്കുന്നു. ആ കൃഷി എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ ആരോടൊക്കെ സംസാരിച്ചു, അമ്മയും അവിടെ വന്ന ആരോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ എന്നോട് ചെറിയ കുട്ടികൾ, എൻ്റെ പ്രായമൊക്കെ ഉള്ള കുട്ടികളാണ്, വന്നിട്ട് നമ്മുടെ പറമ്പിലേക്ക് കളിക്കാൻ പോകാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു ചെടിയ കൊടി പോലെ ഒരു സാധനം കിട്ടി. ഞാനിത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കുട്ടികളല്ലാതെ ഏറ്റുപാടുകയും പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓടിച്ചാടി കളിച്ച് ഈ ഒരുതരം ജീവിയുണ്ട്, തുമ്പിയെ പിടിക്കുക, ഓടിച്ചെന്ന് തുമ്പിയെ പിടിക്കുകയൊക്കെ ചെയ്യും. പിള്ളേരൊക്കെ പിടിക്കും, ഞാനും അങ്ങനെ പിടിച്ചു. അന്ന് കണ്ടുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്തത്. അങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ ചെറിയ മരത്തിൽ ഇങ്ങനെ ചെറിയ ചില്ലക്കമ്പിൽ ഇങ്ങനെ ഊഞ്ഞാലാകുന്നത് കുത്തി മറിയുന്ന പോലെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്തപ്പോൾ ഞാനും ഒരു ചെറിയ പേരമരത്തിന്റെ കമ്പിൽ ചെന്ന് ഇങ്ങനെ ആ മരത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ കുത്തി മറിഞ്ഞു. ക്ഷണം ആ പേരമരത്തിന്റെ കമ്പൊടിഞ്ഞ് നിലത്തേക്ക് വീണു. വീണുള്ളത് തന്നെ എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയപോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് പിന്നെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എൻ്റെ കൂടെയുള്ള കുട്ടികളാണ് എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് എത്തിച്ചത്. അമ്മയുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്തോ കുടിക്കാൻ വെള്ളമൊക്കെ തന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മയുടെ മുഖമൊന്നും കാണുന്നില്ല. പാത്രം കയ്യിൽ നിന്ന് തട്ടിക്കളഞ്ഞു എന്ന് അമ്മ പറഞ്ഞ ഒരു ഓർമ്മയുണ്ടോ അത്. അങ്ങനെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ആദ്യം എന്നെ കൊണ്ടുപോയി. എറണാകുളത്താണെന്ന് ഈ ഹോസ്പിറ്റലുള്ളത് മെയിനായിട്ട്. അവിടെ ചെന്നു. അവിടെ ഡോക്ടർമാർ അനവധി ആളുകൾ പരിശോധിച്ച ശേഷം പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചു. അവർ പറഞ്ഞു ഇവിടെ സാധ്യമല്ല. ഇപ്പം കേരളത്തിലെ മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ വരുന്നതേ ഉള്ളൂ. ഫെസിലിറ്റീസിന്റെ കുറവുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ മാസങ്ങൾ താമസിച്ചിരുന്നു. അച്ഛന്, ചേച്ചി, അമ്മ, വേറെ ആരൊക്കെ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. അവിടെ മുറിയെടുത്ത് അവിടെ താമസിച്ചു, ചികിത്സ നടത്തി. ഓരോ 15 ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ ഓരോ ഡോക്ടർമാർ പരിശോധിക്കും. UK യു എസിലുള്ളവർ, ജർമ്മനിയിലുള്ളവർ, അനവധി ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയ സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹം പരിശോധിച്ചു. കാനഡയിലെ വിദഗ്ധനായ ഡോക്ടർ മോഡി പരിശോധിച്ചു. അങ്ങനെ അനവധിയായ ഡോക്ടർമാർ പരിശോധിച്ചു. ഓരോ രാജ്യത്തുള്ള ഒരു പ്രധാനപ്പെട്ട വലിയൊരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രസിദ്ധരായ ഡോക്ടർമാരെ അവർ വരുള്ളൂ. വിദേശീയരൊക്കെയാണ് കൂടുതലൊക്കെ ഉള്ളത്. അവരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ഇപ്പൊ കാഴ്ച കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റ വാക്കി കണ്ടു എന്ന് പറയുന്നെങ്കിലും നമ്മുടെ തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് വരുന്ന ഒപ്റ്റിക്കൽ നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവുണ്ട്. ആ നെർവിലൂടെ കണ്ണിലേക്ക് പ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് കണ്ണിലേക്ക് ഒരു സന്ദേശം വന്നിട്ട് കണ്ണിൽ നിന്ന് അത് വസ്തുവിൽ പതിക്കും. ഇപ്പൊ ക്യാമറയാണെങ്കിൽ ക്യാമറയെ പതിക്കും. എന്നിട്ട് അതിന്റെ റിഫ്ലക്ഷൻ ആക്ഷൻ കണ്ണിലെത്തും. എന്നിട്ട് അതേ വെയിനിലൂടെ ഒപ്റ്റിക്കൽ നെർവിലൂടെ തന്നെ തലച്ചോറിലെത്തും. എന്നിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈമാറും. ഈ കണ്ട കാര്യം എന്താണ്, ഏത് വസ്തുവാണ് കണ്ടത്, അതിന്റെ നിറം എന്താണ്, അതിന്റെ രൂപം എന്താണ്, വീതി എത്രയാ, നീളം എത്ര, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ബോധിപ്പിക്കും. കളർ എന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബോധിപ്പിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സിമ്പൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പ്രകാശത്തിന്റെ പ്രതിബിംബം ഈ വസ്തുവിൽ പതിച്ച ശേഷം അതിന്റെ റിഫ്ലക്ഷൻ ആക്ഷൻ കണ്ണിലെത്തിയ ശേഷം തലച്ചോറിലെത്തി ആ സന്ദേശം കൈമാറുന്നില്ലെങ്കിൽ ടോട്ടലി ആബ്സെൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. പാർഷ്യലി സൈറ്റ്ലെസ്, ഭാഗികമായ അന്ധത. പിന്നെ അന്ധതയ്ക്ക് ഒത്തിരി ഡെഫിനേഷൻ ഉണ്ട്. 6/60, 20/200, ഷോർട്ട് സൈറ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അങ്ങനെ ഒത്തിരി ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളോ ഡോക്ടർമാരൊക്കെ നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ എനിക്ക് സംഭവിച്ചത് ടോട്ടലി ആബ്സെൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ദേവന്മാരോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെങ്കിൽ കാഴ്ച കിട്ടിയേക്കാം. പ്രായപൂർത്തിയായതിനു ശേഷം നോക്കാം. ഒരു ഓപ്പറേഷൻ കൊണ്ട് ഓപ്പറേഷന് വിധേയനായാൽ കാഴ്ച കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർമാര് നിരാശരായ എൻ്റെ മാതാപിതാക്കളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നല്ലൊരു ശതമാനം സ്വത്ത് എനിക്ക് വേണ്ടി നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് കൃഷ്ണകുമാർ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏത് വിഭാഗത്തിലായിരിക്കും ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെന്ന് മനസ്സിലായി. സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ വ്യത്യസ്തന്മാരായ ദേവന്മാര്, ദേവസമൂഹങ്ങളുണ്ട്.
വകുപ്പ് മന്ത്രിമാരെ പോലെ ദേവന്മാർക്ക് ഒരു പഞ്ഞവും ഇല്ല. എല്ലാ വകുപ്പിനും ഓരോ ദേവന്മാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും ഓരോണ്ട്. ഐശ്വര്യത്തിന്, സമൃദ്ധിക്ക് എല്ലാം ഉണ്ട്. അപ്പോ അങ്ങനെ ഒത്തിരി 30 കോടി ദേവകന്മാരും ദേവസമൂഹങ്ങളും ഉള്ള കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടുകൊണ്ട് എല്ലാവരോടും പ്രാർത്ഥിച്ചു. ദേവന്മാരെ, ദേവിമാരെ, ചെറിയ പ്രായത്തിൽ എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് തിരികെ തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു. കൈ തൊഴുതു പിടിച്ചുകൊണ്ട് അനവധി ദേവന്മാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു, ദേവിമാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഹൈന്ദവ ദേവന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അനവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോയി. അവിടെ പോയിട്ട് ഒരു ഫലം ഉണ്ടായില്ല. പിന്നെ മോസ്കുകളിൽ പോയി. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ദിവസം തന്നെ 3 പുണ്യസ്ഥലത്ത് എന്നെ കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒന്ന്, രാവിലെ വെളുപ്പിനെ 5 മണിക്ക് ചോറ്റാനിക്കര അമ്പലത്തിന്റെ നടയിൽ എന്നെ നടത്തി വെച്ചു. അതിനുശേഷം എറണാകുളം പല്ലാർപാടം കായലിന്റെ നടുവിൽ ഒരു മാതാവിന്റെ പള്ളിയിൽ എന്നെ അടിമ വെച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ചോറ്റാനിക്കരയ്ക്കടുത്ത് കരിങ്ങാച്ചറ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ കൊണ്ട് എന്തോ ഒരു ഔഷധം കഴിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം തന്നെ 3 ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങളിലാണ് കൊണ്ടുപോയത്. അങ്ങനെ അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കാണാൻ കഴിയില്ല, പക്ഷെ ദേവി സംസാരിക്കത്തുമില്ല, പിന്നെ എന്താ കേൾക്കുന്നുമില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? എനിക്കൊരു ദേവിയെ കാണാൻ പറ്റില്ല, എവിടെ അയക്കുന്നത് പറഞ്ഞില്ല. അതിനുശേഷം അച്ഛൻ പിന്നെ അത് നിർത്തി. അങ്ങനെ ഞങ്ങളുടെ നല്ല ശതമാനം സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം വിറ്റിട്ട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുക ചെയ്തത്. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് പോയി താമസിച്ചപ്പോൾ അവിടെ ചെന്ന് കയറി. ഒരു ദിവസം സന്ധ്യാനാമം കഴിഞ്ഞ് അമ്മ പുറത്തിറങ്ങിയ സമയത്ത് അമ്മ വാതിൽ പടിയിൽ തട്ടി നിലത്തേക്ക് പതിച്ചു. 3.5 വർഷം കഴിഞ്ഞാണ് അമ്മ പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് വന്നത്. അത് പറഞ്ഞാൽ 3.5 വർഷം ഒരു കൈയും കാലും പാരലൈസായി പോയി, തളർന്നു പോയി. അപ്പൊ എൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി നല്ല ശതമാനം സ്വത്ത് നശിക്കും. ചികിത്സയ്ക്ക് വേണ്ടി ബാക്കി ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഈ സമയത്ത് അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എൻ്റെ കാഴ്ച പിന്നെ പൂർണ്ണമായി പോയി. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം എൻ്റെ ആ പഠനം നഷ്ടപ്പെട്ടു. പിന്നെ അന്നേരം ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു ചെറിയ പ്രൈവറ്റ് സ്കൂളിൽ അച്ഛനൊക്കെ കൂടി പിന്നെ രൂപീകരിച്ചൊരു സ്കൂളാണ്. പഴയ കാലം പോലെ അറിയാവുന്നതുകൊണ്ട് കാഴ്ചയില്ലല്ലോ, അവൻ വന്ന് കേട്ടിരുന്നോട്ടെ, സ്കൂളിൽ രജിസ്റ്ററിൽ ഞങ്ങൾ ചേർക്കില്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി. അപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്ന കുട്ടികൾ ഉത്തരം പറയാത്ത കാര്യം ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവരെന്നെ അവിടെ പഠിപ്പിക്കാൻ തയ്യാറായി. പക്ഷേ ഞാൻ ആ സമയത്ത് കാഴ്ചയില്ലാത്തവനായി പൂർണ്ണമായി തീർന്നു. അച്ഛൻ ഒരു രോഗിയായി തീർന്നു. അമ്മ ഇങ്ങനെ രോഗത്തിൽ നിന്ന് വിമുക്തിയായാലും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യശക്തി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചി പ്രായമായി വേണ്ടി നിരയ സഹോദരങ്ങളുണ്ട്. ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ തകർച്ച ആരംഭിച്ചു. അച്ഛന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛന് നല്ല ജോലി ചെയ്ത ആള് അവസാനം കൂലിപ്പണി വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആകെ ഒരു പ്രത്യേക ശോചനീയ അവസ്ഥയായപ്പോൾ ചേച്ചിയാണ് അമ്മാവന്മാർക്ക് എന്തോ കത്തയച്ച് ആരൊക്കെ വന്ന് കണ്ടപ്പോൾ, നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഉത്സവം പോലെയാണ്, എല്ലാവരും വരുമ്പോൾ വലിയ സന്തോഷവും സദ്യയും പാർട്ടിയൊക്കെ പോലെയാണ്. അന്ന് വന്നിട്ട് ആരും വേണ്ടിയില്ല. സുഖമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് ചെന്നു. കാഴ്ച പോയ ശേഷം ഞാൻ ആരെയും നേരെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എവിടെയെങ്കിലും തല കുമ്പിട്ട് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ അമ്മയുടെ ശബ്ദം മാത്രം കേൾക്കുന്നത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാം എനിക്ക് പേടിയെ പോലെയാണ്, ഭയം പോലെയാണ്. എങ്ങനെയാ പറഞ്ഞറിയിക്കുന്ന അറിയില്ല. അങ്ങനെ എടുത്തുകൊണ്ട് എൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കും. ഒന്നും മിണ്ടാതെ സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അച്ഛൻ അവശനായിട്ട് കിടക്കുന്നു, അമ്മ സുഖമില്ലാതെ ആയിരിക്കുന്നു. ഈ സമയത്ത് ബന്ധുക്കൾ ചിലർ വന്നു. അവര് പറഞ്ഞു, ആദ്യം ഒന്നും മിണ്ടിയില്ല. കുറച്ചേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സ്ഥിതി ഇങ്ങനെ കിടന്നാൽ ശരിയാത്തില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച അമ്മമാര് തീരുമാനമെടുത്തു. അമ്മയെ ചികിത്സാർത്ഥം എറണാകുളത്ത് കൊണ്ടുപോകാൻ തീരുമാനമെടുത്ത ഒരാള് ചേച്ചിയെ കൊണ്ടുപോയി വിവാഹം ചെയ്തയച്ച് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ ഇളയ അമ്മാവൻ തയ്യാറായി. അങ്ങനെ ഇളയ പെങ്ങളെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കൊച്ചമ്മ അവളെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ തയ്യാറായി. കാഴ്ചയില്ലാത്ത എന്നെ മാത്രം ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. എൻ്റെ ഇളയ പെങ്ങളെ കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ജോലിയൊക്കെ പറഞ്ഞാൽ ചെയ്യുന്ന ഒരു സമയമാണ്.
ഒന്നും അറിയില്ല. ഏതായാലും അവളെ ഒരാൾ കൊണ്ടുപോകാൻ തയ്യാറായി. അപ്പൊ എല്ലാവരും ഓരോരുത്തരും ബന്ധുക്കളും എല്ലാത്തിലും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പോയപ്പോൾ കാഴ്ചയില്ലാത്ത എന്നെ മാത്രം ആർക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ ചെറിയ പ്രായത്തിൽ മനസ്സിലായി, ഏത് ഉന്നത കുലജാതരായാലും ഏത് കുടുംബത്തിൽ പിറന്നവരായാലും വിദ്യാസമ്പന്നരായാലും ഉദ്യോഗസ്ഥന്മാരായാലും സാധാരണ നിലയിൽ സാമാന്യ നിലയിൽ കാഴ്ചയില്ലാത്ത ആളെ ഉൾക്കൊള്ളാനായിട്ട് മനുഷ്യന് കഴിയില്ല. എന്തിനേറെ ദൈവങ്ങൾക്ക് പോലും കഴിയത്തില്ല. അത്ര ദേവന്മാരുടെ മുമ്പിൽ പിടിപ്പണം വാരിയിട്ട് നേർച്ച വെച്ച് തുലാഭാരം തൂക്കി പൊന്നുകൊണ്ട് ആൽരൂപം വെച്ചു എത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പലതും ഓർക്കുന്നുണ്ട്. അവരൊക്കെ കാശ് മേടിക്കുക അല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ദേവന്മാർ കൈവിട്ടു. പിന്നെ മനുഷ്യന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവരെല്ലാം അങ്ങനെ അവരെ ചേച്ചിയൊക്കെ അമ്മയൊക്കെ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലേക്ക് തൽക്കാലം പോവുക, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചേച്ചി അമ്മാവന്റെ വീട്ടിലേക്ക് പോവുകയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമ്പോൾ നിന്നെ ബോർഡിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്കൂളിലോ നിന്നെ കൊണ്ടുവിടാം, പെട്ടെന്ന് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അവരൊക്കെ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോയി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആരും വന്നില്ല. എന്നെ സ്കൂളിൽ അയച്ചുമില്ല. എൻ്റെ അച്ഛന് സുഖമില്ലാതെ കൂടി വന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആരോ വന്ന്, കമ്പനിക്കാരാന്ന് തോന്നുന്നു, ഏതോ അത്യാവശ്യക്കാർ വീട്ടിൽ വന്ന് പോയി. വീട്ടിൽ വന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോയി. അച്ഛൻ എന്തോ അവർക്ക് വേണ്ടി പ്രോജക്റ്റ് എന്തോ ശരിയാക്കാനോ കണക്ക് ശരിയാക്കി കൊടുക്കാനോ എന്തിനാ വിളിച്ചുകൊണ്ട് പോയതാ. അച്ഛൻ അത്യാവശ്യ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, അതൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാ. തിരിച്ചു വന്നപ്പം അച്ഛൻ ഒന്നും സംസാരിക്കുന്നില്ല. ഒന്നും സംസാരിക്കാതെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എൻ്റെ കയ്യിലെന്തോ എഴുതി കാണിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛൻ ഇംഗ്ലീഷ്, സാംസ്കൃറ്റ്, കന്നഡം, മലയാളം, തമിഴ് ഇതിലൊക്കെ സാഹിത്യ സൃഷ്ടി നടത്താൻ പോലും കഴിവുള്ള ഒരാളാണ്. കലാകാരനും സാഹിത്യകാരനും ഗായകനും ഒക്കെ ആയിരുന്നു അച്ഛൻ. ആക്ടറായിരുന്നു, നാടകം അഭിനയിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇതൊന്നും അച്ഛന് കഴിയാത്ത, ഭാഷയൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അച്ഛന് മിണ്ടാതെയായി. ഞാനവിടെയുള്ള അയൽവാസികളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ചില ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരും കൂടെ കൂടി അച്ഛനെ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 40 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ സംസാരിച്ചു. പക്ഷേ എൻ്റെ പേര് മറന്നുപോയി. അച്ഛൻ കുറച്ചു കാര്യം ഇംഗ്ലീഷിൽ പറയും, പിന്നെ മറ്റു ഭാഷകളിൽ പറയും. എൻ്റെ പേര് മറന്നുപോയി, അമ്മയുടെ പേര് മറന്നുപോയി. അങ്ങനെ അച്ഛൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നോക്കാൻ ആളില്ല, അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ആളില്ല. അമ്മ ദൂരെ നാട്ടിൽ എവിടെയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ചേച്ചി ഇളയമ്മാവൻ്റെ വീട്ടിൽ, എൻ്റെ നേരെയുള്ള പെങ്ങള് മറ്റൊരു കൊച്ചമ്മയുടെ വീട്ടിൽ, അവളും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കൊരു വല്ലാത്ത തകർച്ച ആരംഭിച്ചു. ഈ സമയത്ത് അച്ഛൻ എന്നെ ചില സമയത്ത് ഓർമ്മ വരുമ്പോൾ എന്നെ നന്നായി പൊളിപ്പിച്ച് പൗഡറൊക്കെ ഇടിയിപ്പിച്ച് പാൻറ് ഷർട്ടൊക്കെ ഇട്ട് തന്ന്, തൊപ്പിയൊക്കെ വെച്ചന്ന്, ഷൂ ഒക്കെ ചെയ്ത് തന്ന് എല്ലാം ചെയ്ത് ഒരുക്കി എന്നെ അയൽവാസി വീട്ടിൽ കൊണ്ടിരുത്തു. അപ്പോ അച്ഛൻ എന്നെ ഓർമ്മ വരുമ്പോ എന്നെ ഇങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടിരുത്തി പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം മേടിച്ചോണ്ട് വരട്ടെ എന്ന് പറയും. അത് ഇരുന്നോട്ടെ സാർ എന്ന് പറഞ്ഞാൽ അവരെ അനുവദിക്കും. അച്ഛൻ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ അടുത്ത പഞ്ചായത്ത് ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ അടുത്ത താലൂക്ക് ചെല്ലുമ്പോഴായിരിക്കും എൻ്റെ പേര് ഓർമ്മ വരുന്നത്. എൻ്റെ മകനെ എന്ന് വിളിച്ച് ഓർത്ത് എന്നെ പേരും വിളിച്ചുകൊണ്ട് വഴുമ്പോ തൊട്ടടുത്ത് വരുമ്പോ പിന്നെയും മറന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. പ്രഷർ കൂടി, ഇടതെ കൈക്കൊക്കെ പ്രശ്നമുണ്ടായി. പ്രഷർ കൂടി, അല്ലാത്തൊരു പ്രയാസമായി, സംസാരിക്കാൻ കഴിയുന്നില്ല വേണ്ട പോലെ. പക്ഷെ വയലന്റ് അല്ല, മറ്റു മാനസികമായ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ളൊരു കുഴപ്പം, ഓർമ്മശക്തി. അപ്പൊ അടുത്ത സ്ഥലത്ത് വരുമ്പോ പിന്നെയും ഓർത്ത് വരുമ്പോ അച്ഛൻ തിരിച്ച് പിന്നെയും പോകും. അപ്പൊ അയൽവാസികൾ എന്നെ സംരക്ഷിക്കും. പിന്നെ അച്ഛൻ എപ്പോഴെങ്കിലും ഓർത്ത് അടുത്ത് വരുമ്പോ പറയുക, മോനെ ഒന്ന് നോക്കണം. അപ്പൊ അവര് പറയും, ഒരു 5 മിനിറ്റ് അല്ല, 5 ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു വർഷമല്ല, ഒരായുഷ്കാലം പോലും അങ്ങയുടെ കുട്ടിയെ നോക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്, സംരക്ഷിക്കാന്ന് പറയും. അങ്ങനെ അവര് പറയും. ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ 2-ാം ദിവസം ആകുമ്പോൾ അവര് പറയും, മോനെ നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ച ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഇങ്ങനെയൊന്നും വരേണ്ടവരല്ല, എന്തായാലും നന്നായിട്ട് ജീവിച്ചവരാണ്, ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർക്കും. അപ്പൊ നിനക്ക് ഇങ്ങനെ വന്നത് ഈശ്വര ശാപമാണെന്ന് അവർ പറയുന്നത്. ഹൈന്ദവരും അല്ല, ഇസ്ലാമും അല്ല, ക്രിസ്ത്യാനികളാണ് പറയുന്നത്. പക്ഷെ അവര് നമ്മളെപ്പോലെ വിശ്വാസമാർഗം സ്വീകരിച്ചവരല്ല, രക്ഷാനിർണയം പ്രാപിച്ചവരല്ല. പക്ഷെ ക്രിസ്ത്യാനികളാണ് പറയുന്നത്. എന്താ, നിനക്ക് ഈശ്വര ശാപമാണെന്ന് പറയും. അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കാഴ്ചയില്ലാത്ത എനിക്ക് കാഴ്ച പോയ ശേഷം ഒരു സ്ഥലത്തോട്ട് മാറിയിരിക്കാൻ അറിയില്ല.
ആരെങ്കിലും കൈക്ക് പിടിച്ചുകൊണ്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് മാറ്റിയിരുത്താൻ. അപ്പോൾ എന്നെ ഒരാൾ മറ്റൊരു വീട്ടിലേക്ക് മാറ്റും. അവർ ഒരു ദിവസം കഴിയുമ്പോഴേക്കിനെ പറയുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് മാറ്റും. അങ്ങനെ പല വീടുകൾ മാറി മാറി താമസിച്ചു. എന്തിനേറെ ഒന്ന് കുളിക്കാൻ പോകണമെങ്കിൽ ചേച്ചിമാരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ കൈക്ക് പിടിച്ചുകൊണ്ട് എന്നെ പെരിയാറ്റി കൊണ്ടുപോയി കുളിപ്പിക്കും. അത് ആഴ്ച 2 ദിവസം 3 ദിവസമൊക്കെ ഉള്ളൂ. ദിവസം രാവിലെയും വൈകിട്ടും കുളിക്കുന്നത് എനിക്ക് അങ്ങനെ പറ്റാതെ വന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ആളില്ല. ഞാനൊരു ദിവസം ഓർക്കുന്നുണ്ട്, കുട്ടികളുടെ കൂടെ ഞാൻ കുളിക്കാൻ പോയി പെരിയാറ്റിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു പാറപ്പുറത്ത് അവരെന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, എടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, മാറിയാൽ കയത്തിൽ വീഴും. കയത്തിൽ വീണാൽ നീ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും. നീ മരിച്ചു വന്നുകൊണ്ടല്ല, പോലീസ് ഞങ്ങളോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് നീ അനങ്ങാതെ അവിടെ ഇരിക്കണം. ഞങ്ങൾ നീന്തി തുടിച്ച് കുളിച്ച ശേഷം വരാൻ പറഞ്ഞ് അവരെല്ലാം പുഴയിലേക്ക് നീന്തി തുടിച്ച് കുളിച്ച ശേഷം അവരെവിടെയോ ഇറങ്ങി മറ്റൊരിടത്ത് കയറി അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി. അവർ കൊച്ചുകുട്ടികളല്ലേ, എന്നെക്കാൾ അല്പമൊക്കെ ഉള്ളൂ. അവർ മറന്നുപോയി എൻ്റെ കാര്യം. ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരു മഴ വന്ന സന്ധ്യാസമയത്ത് പെരിയാറിന്റെ തടവിൽ ഒരു പാറപ്പുറത്തിരുന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഞാൻ ഇരുന്ന് കരഞ്ഞ നിമിഷം ഞാൻ എന്നും ഓർക്കുന്നു. അത്രമാത്രം ഒറ്റപ്പെട്ടവനായിരുന്നു, തള്ളപ്പെട്ടവനായിരുന്നു. ഇപ്പൊ എന്നെ ആളുകൾ മാസ്റ്റർ എന്നും സാറേ എന്നും മാത്രമേ ഞങ്ങളുടെ അയൽവാസികൾ നാട്ടുകാരും പോലും അങ്ങനെ വിളിക്കുന്നു. പക്ഷെ അതൊന്നും ഇല്ലാത്ത, ആരാലും ഉപേക്ഷിക്കപ്പെട്ട, എല്ലാരാലും വെറുക്കപ്പെട്ട, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. എന്തിനേറെ അത് ഞാൻ പറയുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അച്ഛന്മാരുടെ പാസനേജിൽ അഭയം ചൊല്ലിയിട്ടുണ്ട്. സിസ്റ്റർമാരുടെ കോൺവെന്റിൽ അഭയം ചൊല്ലിയിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളുടെ അവർ ചോദിക്കും, ഒരു ദിവസം കഴിയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് സ്ഥലം മാറ്റാം മോനെ, എന്ത് ചെയ്യണം? ഒരു കന്യാസ്ത്രീ പറഞ്ഞ്, എനിക്ക് സ്ഥലം മാറ്റാം, ചങ്ങനാശ്ശേരിക്ക് പോവാ. മോനെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരച്ഛൻ പറഞ്ഞു, എനിക്ക് തിരുവല്ലയ്ക്ക് മാറ്റമാണ്, അതുകൊണ്ട് ഞാനും പോവുക, ഞാൻ നിങ്ങളെ അയൽവാസികൾ ആരെങ്കിലും ഏൽപ്പിക്കാതെ പറഞ്ഞ് അവരെ വിളിച്ച് ഏൽപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിഷമിക്ക് കണ്ടപ്പോൾ ഒരു ചേട്ടൻ്റെ പറഞ്ഞു, മോനെ ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്, എൻ്റെ അമ്മാവ ഭാര്യ ഏലത്തോട്ടം തൊഴിലാളി, അവൾ രാവിലെ പണിക്കും. ഒരു കാര്യം ചെയ്ത്, നീ പുറത്തിറങ്ങരുത്, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയണം ഇരുത്തി. ഒരു നല്ല സ്നേഹമുള്ളവരെ, എൻ്റെ അയൽവാസികളെല്ലാം നല്ല സ്നേഹമുള്ളവരെ, എന്നെ ഒരു ദിവസങ്ങളിൽ താമസിപ്പിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ കൊണ്ടുപോയി. എന്തോ ഒരു പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്ത് അവരുടെ കഥ തൊള്ളിത്തറന്ന് ഇറങ്ങി. ആ വലിയ കുഴിയിൽ ഞാൻ വീണു. ആ കുഴിയിൽ വീണിട്ട് ആ അമ്മാവ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ഞാൻ ആ കുഴിയിൽ തന്നെ കിടന്നു. കാരണം എന്നെക്കാളൊക്കെ 2 ഇരട്ടി താഴ്ചയുള്ള കുഴി, എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ അവർ വന്നാണ് എന്നെ കയറ്റിയത്, ഞാൻ ഓർക്കുന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവരായിരുന്നു, വായിച്ചിട്ടുണ്ട്. എൻ്റെ കൈ കൊണ്ട് ഞാൻ ടച്ച് ചെയ്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനേറെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ കൊതിച്ച സമയമുണ്ടായിരുന്നു. ഒന്ന് കുളിക്കാൻ പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എന്നെ വായിച്ചു കേൾപ്പിക്കാൻ ആരുമില്ല. എന്നോട് അത്യാവശ്യ വിഷയം സംസാരിക്കാനോ സ്നേഹമായി പെരുമാറാൻ ആരുമില്ല. ഞാൻ അച്ഛനിങ്ങനെ ഓർമ്മശക്തി ഇല്ലാതെ ചിലപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നടക്കും. അമ്മ ദൂരെ എവിടെയോ ഹോസ്പിറ്റൽ അഭയം ചൊല്ലിയിരിക്കുകയാണ്, ചേച്ചി മറ്റൊരിടത്ത്, ഇളയപങ്ങൾ മറ്റൊരിടത്ത്. അങ്ങനെ ഓരോരുത്തരും എവിടെ ആയപ്പോൾ ഞാൻ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരാറില്ല. രാത്രി എപ്പോഴാ, പകലെപ്പോഴാ ഉണ്ടാകുന്നത്, രാത്രി എപ്പോഴാ ഉണ്ടാകുന്നത് എനിക്കറിയില്ല. കോഴി കൂകുന്ന ശബ്ദം കേട്ടും പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം കേട്ടും ആ രാത്രിയും പകലും തിരിച്ചറിയുന്നത്. അങ്ങനെ ഉറങ്ങാറില്ല പലപ്പോഴും. അയൽവാസികൾ ആരെങ്കിലും ഓർത്തെനിക്ക് ഭക്ഷണം കൊണ്ടുതരും, ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുതരും. ചിലപ്പോൾ അവർ കൊണ്ടുതരുമ്പോൾ സ്റ്റൂളെ കയറ്റി വെച്ചിട്ട് ഇടിരിപ്പുണ്ടാന്ന് പറഞ്ഞ് പോവും. പണ്ടൊക്കെ നല്ല സ്നേഹത്തിൽ ഇടപെടുന്നത്, പിന്നെ കാഴ്ചയൊക്കെ പോയി ആരും ഇല്ലാതെ വന്നപ്പോൾ, എടാ ഒരു പാട്ട് പാടിക്കേ, നിനക്ക് എന്തെങ്കിലും തരാം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥ ഓർത്ത് നോക്കേ. അങ്ങനെ അവര് ആ ഒരു സ്നേഹമുള്ളവരായതുകൊണ്ട് അവർ ഭക്ഷണം കൊണ്ടുതരും. അവർ ആ സ്റ്റൂളെ കയറ്റി വെച്ചിട്ട് പോകും. ആരുടെ മുമ്പിലിരുന്ന് കഴിക്കാനുള്ള ഒരു മടി എനിക്കുള്ളതുകൊണ്ട് ഞാനിവിടെ കഴിക്കില്ല. അവരെല്ലാവരും പോയി കഴിഞ്ഞ് ഉറപ്പ് വരുത്തുമ്പോൾ കഥ കടച്ചിട്ട് വന്ന് കഴിക്കും. വീടിനകത്തൊക്കെ ഒരുവിധം തിട്ടമുണ്ട്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോഴാ തപ്പിച്ചപ്പി ചെല്ലുമ്പോൾ ആ സ്റ്റൂള് മറിഞ്ഞു പോകും. അവർ പറയും, നിനക്ക് തന്നതാണോ കുറ്റം, തട്ടിക്കളഞ്ഞില്ലേ? പക്ഷെ തട്ടിപ്പോയതാണ്, കാഴ്ചയില്ലാത്തതുകൊണ്ട് തലത്ത് പോയതാണെന്ന് അവർക്കറിയില്ലല്ലോ, എനിക്കതറിയാം. എങ്കിലും അവർ സ്നേഹമുള്ളവരായിരുന്നു. ഞാൻ അന്നൊരു ദിവസം ചിന്തിച്ചു, ഇനി ഒരു വീട്ടിലും പോയി ഭക്ഷണം കഴിക്കുന്നില്ല. ആരെങ്കിലും എന്നെ പിടിച്ചുകൊണ്ട് പോയി, സൗകര്യമാരോ കുട്ടികളോ ആരെങ്കിലും ഇപ്പം ചേച്ചിമാരോ പിടിച്ചുകൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ചെന്ന് അവർ തരുന്ന സ്ഥലത്ത് ഞാൻ കിടന്നുറങ്ങാറുണ്ട്. രാവിലെ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവിടും. ഇടിയും മഴയൊക്കെ വരുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. ഇപ്പോഴും ആ പേടി എന്നെ ഭരിക്കുന്നുണ്ട്. ഇടിവെട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാണ്. ആ ചെറുപ്പത്തിൽ ഭയപ്പെട്ട കാര്യമാണ്.
അപ്പൊ അങ്ങനെ ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ടതും വേദനിച്ചതും നിരാശയുടെയും ദുഃഖത്തിന്റെയും നീറുന്ന കഥകൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ ഞാൻ എല്ലാം ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാനും ദൈവമായിട്ട് മാത്രം ഷെയർ ചെയ്യുന്ന ഒത്തിരി ഓർമ്മകൾ എനിക്കുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ ഒരൊറ്റപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കുഴിയിൽ നിന്ന് അവരെന്നെ കയറ്റി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ആയിരിക്കും സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ട് പലരുടെയും വീട്ടിൽ പോയി അന്തി ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. ഞാൻ വിചാരിച്ചു ഇനി ആരുടെയും വീട്ടിൽ പോകുന്നില്ല. കാരണം അമ്മ വരും, ചേച്ചി വരും, എന്നെ സ്കൂളിലാക്കും, അച്ഛൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരും, എന്നെ ഇനിയും കുളിപ്പിച്ച് ഒരുക്കും, പഴയ പോലെ കൊണ്ട് നടക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കും. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ ജീവിക്കുന്നത്? പക്ഷെ എങ്ങനെ മരിക്കാം? മരിക്കാൻ അറിയില്ല. മരിക്കുന്ന കഥയെ അറിയത്തില്ല. എൻ്റെ കൂട്ടുകാരൻ ഒരു ഗീവർഗീസ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ആ മരിച്ച് മരത്തെ തൂങ്ങിക്കിടക്കുന്നു. ഒരറ്റം കയറ് കഴുത്തിൽ, ഒരറ്റം മരത്തിലുമാന്ന് പറഞ്ഞു. അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എന്നെ ആരാ അങ്ങനെ മരത്തെ കെട്ടി തൂക്കുന്നത്? എനിക്ക് അങ്ങനെ ചെയ്യാൻ ആരും ഉണ്ടോ? ഇല്ലല്ലോ. ഒരു നേരത്തെ ആഹാരം ചോദിക്കാൻ, സാറേ വിഷം പിടിച്ചു തരാൻ പറഞ്ഞ ആരെങ്കിലും വിഷം പിടിച്ചു തരുമോ? ഇനി ഏതെങ്കിലും മരത്തിൽ കെട്ടി തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തൂക്കിയിടുവോ? ഇല്ല. പിന്നെ ഏതെങ്കിലും കായത്തിന്റെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടിട്ട് തന്നെ എനിക്ക് മരിക്കാനായിട്ട് അവസരം ഒരുക്കി തരുമോ? അതും ചെയ്യില്ല. ഇനി വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുമ്പിൽ ചാടണമെങ്കിൽ വണ്ടി അവിടെ കുറവാണ്. ഇനി അഥവാ ഇനി വണ്ടി ഉണ്ടെങ്കിൽ തന്നെ ഡ്രൈവറിന് കാഴ്ച ഉള്ളതുകൊണ്ട് വണ്ടി നിർത്തും. അപ്പോൾ അതിനും കഴിയില്ല. അപ്പം ആത്മഹത്യ പോലും ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാതെയാണോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ദൈവം ഒന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ വരില്ല, അമ്മയ്ക്ക് ഇങ്ങനെ വരില്ല, ഞങ്ങളെല്ലാം വിഭാഗിക്കപ്പെട്ടു പോകില്ല, ഞങ്ങളുടെ സ്വത്തെല്ലാം നഷ്ടപ്പെടത്തില്ല, ഈ അവസ്ഥയൊന്നും വരില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ദൈവങ്ങളൊന്നുമില്ല. എൻ്റെ ചേച്ചി പാട്ട് പാടുകയാണ്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പാടും. അപ്പൊ ഞാൻ ഓർത്ത് കണ്ണു തുറക്കാനും ചിരിക്കാനും കരയാത്ത അറിയത്തില്ലാത്ത ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കരച്ചിലും ഒന്നും കേട്ട് കാണില്ലല്ലോ എന്നും ചിന്തിക്കും. അത് തന്നെയല്ലേ, ദൈവമൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ യാതൊരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ലവനായിരുന്നു അച്ഛൻ, എല്ലാവരും അങ്ങനെ പറയുന്നത്. പിന്നെ ഇങ്ങനെ വന്നത്, എല്ലാം നഷ്ടപ്പെട്ടത് എന്താ? എനിക്കിങ്ങനെ വന്നത് എന്താ? പിന്നീട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം ഞാൻ എൻ്റെ കൈകൊണ്ട് ടച്ച് ചെയ്ത് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതിനുമുമ്പ് എനിക്ക് മനസ്സിലായില്ല. ദൈവം ഇല്ലെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അറയ്ക്കപ്പെട്ട് ഇനി ഒരു വീട്ടിലും പോയി ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് ചിന്തിച്ച് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ തനിയെ കടന്നു. രാത്രിയായി. അമ്മൂമ്മ കഥകളിലെ പണ്ട് ഓരോരുത്തർ പറഞ്ഞ കഥകൾ, യക്ഷി കഥകളും പിശാചിൻ്റെയും ഓരോരോ കഥകളൊക്കെ ഓർത്ത് ഭയപ്പെട്ട് ഞാൻ കടന്നു. ഉറക്കം വന്നില്ല. എൻ്റെ ചേച്ചിയോ അമ്മയൊക്കെ രാവിലെ വരുമായിരിക്കുമെന്ന് വിചാരിച്ചു. അവരുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ ആഗ്രഹിച്ചു. എൻ്റെ തന്നെ വീട്ടിൽ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ 13 വയസ്സുള്ള കാര്യം വരെ ഞാൻ 7 വയസ്സ് മുതലുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് അന്നറിയാവുന്ന ശരീരത്തിന്റെ മർദ്ദനമുറകൾ സ്വീകരിക്കാം, പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാം, എനിക്കറിയാവുന്ന പോലെ ശരീരത്തെ ദണ്ഡിപ്പിക്കാം. അങ്ങനെ എനിക്ക് ഇവിടെ കിടന്ന് വീട്ടിൽ കിടന്ന് മരിക്കാം, ആരും ഇവിടെ വരില്ല. അങ്ങനെ ഞാൻ മരണകാര്യം തീരുമാനമെടുത്തു. പിന്നെ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ആ കാര്യം പൂർണ്ണമായിട്ട് പറഞ്ഞ് ചെയ്യാനോ ഫലിപ്പിക്കാനോ എനിക്ക് കഴിയും തോന്നില്ല. അങ്ങനെ ഒരു സംഗതി എൻ്റെ മനസ്സിൽ വന്നു. അതും നിർവഹിക്കാം. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചു. കാരണം ജീവിച്ചിട്ട് കാര്യമില്ല. ആരുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല, പഠിപ്പിക്കാൻ ആരുമില്ല, ഭക്ഷണം തരാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. പിന്നെ എന്താ ചെയ്യുക? മരിക്കാം. പക്ഷെ മരിക്കാൻ പോലും നിവർത്തിയില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന പോലെ ഭക്ഷണം കഴിക്കാതെയും അന്നറിയാവുന്ന പോലെയൊക്കെ ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് ശരീരത്തേക്ക് നെഞ്ചത്തൊക്കെ ഇടിക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ തന്നെ മരിച്ചു പോകും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ. അങ്ങനെ വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. പ്രഭാതമായിട്ട് ഉറങ്ങിയില്ല. എനിക്ക് കോഴി കൂവുന്ന ശബ്ദം കേട്ടാൽ ഞാൻ പറഞ്ഞല്ലോ സമയം തിരിച്ചറിയുന്നത്. ഏതാണ്ട് നേരം വെളുത്തു എന്ന് മനസ്സിലായി. അടുത്തൊന്നും വീടുകളില്ല, അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ നടക്കുന്ന ശബ്ദം, മനുഷ്യന്റെ ശബ്ദം കേൾക്കാമല്ലോ. അടുത്തൊരു വീട്ടിൽ പോകാൻ എനിക്ക് അറിയില്ല. കാരണം കാഴ്ചയില്ലാത്ത ഞങ്ങളവിടെയൊക്കെ അന്ന് 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ദൂരെയൊക്കെ ഒരു വീട്. അവിടെ ഉണ്ടെങ്കിൽ വഴിയൊക്കെ വളരെ മോശമായിരിക്കും. ആരെങ്കിലും കൈ പിടിച്ചുകൊണ്ടേ പോകാനൊക്കെ ഉള്ളൂ, തനിയെ പോകാൻ പറ്റില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ചു. ഇവിടെ ആരും അങ്ങനെ വരില്ലല്ലോ, എന്നാൽ ഇവിടെ കിടന്ന് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ
കാര്യങ്ങൾ നിർവഹിച്ച് മരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കിടന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നു. ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ആരെങ്കിലും വന്ന് വിളിച്ചിട്ട് ആരെങ്കിലും അവർ കൊണ്ടുപോയി കാണുന്നത് ഇവർ വിചാരിച്ച് കാണും. ഇപ്പുറത്തെ വീട്ടുകാർ കൊണ്ടുപോയിക്കുന്ന അപ്പുറത്തെ വീട്ടുകാർ വിചാരിച്ച് കാണും. അങ്ങനെ എൻ്റെ കാര്യം ആരോ ആ തക്ക സമയത്ത് മറന്നുപോയി. ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടായത്. ഭക്ഷണം കഴിച്ചില്ല, കുളിച്ചില്ല. ഞാനിങ്ങനെ എൻ്റെ കട്ടിലിൽ കിടന്നങ്ങ് തളർന്ന് ഉറങ്ങിപ്പോയി. ഒരു 3 മണി കഴിഞ്ഞ സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിൻ്റെ പുറത്ത് വന്നു. പ്രഥമ ദൃഷ്ടിയാൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ആരും ഇല്ലെന്ന് മനസ്സിലായി. അദ്ദേഹം ആരുമില്ലാത്ത വീട്ടിലേക്ക് കയറി വരിക. ആരുമില്ലാത്ത മനുഷ്യലേക്ക് വീട്ടിലേക്ക് കയറി വരാൻ പാടില്ലല്ലോ. അങ്ങനെ കയറി വന്നു. അദ്ദേഹം പിന്നെ പറഞ്ഞത് ദൈവാത്മാവ് എന്നെ നിർബന്ധിച്ചു എന്നാണ്. എനിക്ക് ദൈവത്തെ മനസ്സിലായില്ല, ആത്മാവും ഇല്ല, ദൈവവും ഇല്ലെന്നല്ലേ ഞാൻ ചിന്തിക്കുന്നത്. എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ഒരു മുറി വന്നപ്പോൾ ആരുമില്ല. അടുത്ത മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അറിയാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അറയ്ക്കപ്പെട്ട് ജീവിതത്തിൽ നിരാശ മാത്രം, അങ്ങനെ സങ്കടവും ദുഃഖവും എല്ലാം കണ്ണീരും ഒക്കെ ഒഴിച്ച് അങ്ങനെ എങ്ങനെയാന്ന് എനിക്കിപ്പോ ആ നിരാശയോ ദുഃഖവും എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ മനസ്സിലിപ്പം സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പഴയ ബാല്യകഥ എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തന്നെയല്ല, നമ്മുടെ സാധാരണ ഇടയിൽ ഒരു ശോകമായ സംഗതിയോ പറഞ്ഞ് വികാരം ഉണ്ടാക്കുന്ന ശബ്ദ പ്രത്യേകതയൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. അതേ അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാനുള്ള കാര്യം, അനുഭവിച്ച കാര്യം അതുപോലെ പറയുക. നിങ്ങൾക്കത് അതുപോലെ മനസ്സിലാകുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാഷയോ ശബ്ദമാറ്റമോ പ്രയോഗങ്ങളോ പദങ്ങളോ ഒക്കെ മാറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അനുഭവിച്ച കാര്യം ഉള്ളതുപോലെ പറയുമ്പോഴല്ലേ അതിൻ്റെ സുഖം. ഞാൻ അതുപോലെ അനുഭവിച്ച കാര്യം അതുപോലെ അങ്ങ് പറയാം, പച്ചയ്ക്ക് അങ്ങ് പോലെ പറയുക. അപ്പൊ അങ്ങനെ ആരുമില്ലാതെ ഒറ്റപ്പെട്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി എനിക്കൊരു രക്ഷയില്ല, ഞാൻ എങ്ങനെയാലും വീട്ടിൽ കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ച് കിടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല മനുഷ്യൻ എൻ്റെ വീട്ടിൽ കയറി വന്നു. ആദ്യത്തെ മുറിയിൽ ആരുമില്ലായിരുന്നു. 2ാമത്തെ മുറിയിൽ കയറി വന്നു. എന്നിട്ട് അവശനായി തളർക്കുന്ന, ആരോടും സംസാരിക്കാതെ അവശനായി ഭക്ഷണം കഴിക്കാതെ തലമുടിയൊക്കെ വളർന്നു പനി പിടിച്ച പോലെയൊക്കെ ഉള്ള അവസ്ഥയിലായിരുന്നു. എന്നെ അദ്ദേഹം കൂരിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മാറോട് ചേർത്ത് നിർത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചൂട് കണ്ണീര് എൻ്റെ ശരീരത്തിൽ കുഴുക്കിയിട്ട് വിങ്ങി വിങ്ങി പൊട്ടിക്കരയുന്ന നിശബ്ദമായ തേങ്ങല് ഞാൻ ഇന്ന് ഓർക്കുക. എനിക്ക് മനസ്സിലായി, ആരാന്നറിയില്ല. നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളെ വന്നങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എങ്ങനെ അത് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഉണർന്ന പോലെയായി. ഒരു മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, എന്നെ നിലത്ത് നിർത്തിയിരിക്കുന്നു. ആ അമ്മുമ്മ കഥയിൽ ഏതെങ്കിലും ചെകുത്താനാണോ, പിശാചാണോ? അങ്ങനെയാണ് എന്നെ കൊല്ലട്ടെ. ഇനി ഏതെങ്കിലും ഭ്രാന്തന്മാരാണോ? അമ്മയച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭ്രാന്തന്മാർ വഴി പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിള്ളേരെ പിടുത്തക്കാരെ വരും പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരാരും അല്ലേ? പിശാചാണോ, ചെകുത്താനാണോ, ഏതെങ്കിലും ഭ്രാന്തനാണോ? എൻ്റെ അച്ഛനല്ലെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു പിശാചായാലും ഭ്രാന്തനായാലും യക്ഷിയായാലും ഭൂതമായാലും എന്നെ കൊന്നോട്ടെ എന്ന് വിചാരിച്ച് അനങ്ങാതെ നിന്നപ്പോൾ എൻ്റെ കാതിൽ അദ്ദേഹത്തിന്റെ ശബ്ദം പതിച്ചു. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു മനുഷ്യരായിരുന്നു. അദ്ദേഹം എൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മോനെ, ഞാൻ ഇന്ന് സഭവും വെറുക്കുന്ന, കുടുംബം വെറുക്കുന്ന, കുലം വെറുക്കുന്ന ആളല്ല, ദൈവനിഷേധിയല്ല. ഞാൻ യേശുവിൻ്റെ മകനായി തീർന്നു, കർത്താവിൻ്റെ ഒരു സത്യസുവിശേഷകനാണെന്ന് പറഞ്ഞു. എനിക്ക് സുവിശേഷവും മനസ്സിലായില്ല, കർത്താവിനെയും മനസ്സിലായില്ല, മറ്റൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം എന്നെ പിടിച്ച് മടിയിൽ ചേർത്തിരുത്തിയിട്ട് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് ചില കഥകൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ ഇന്നും ഓർക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് തമ്പുരാൻ ലോകത്തിലായിരുന്നപ്പോൾ അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, അനവധി ചേടന്മാർക്ക് കേൾവി കൊടുത്തിട്ടുണ്ട്, മുടന്തന്മാരായുള്ളവരെ നടത്തുമാറാക്കിയിട്ടുണ്ട്, തന്നെപ്പോലെ തൻ്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ശത്രുക്കൾക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ചു. അങ്ങനെ അനവധി കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ദുഷ്ടന്മാരെ നിഗ്രഹിക്കണം, ഇഷ്ടരെ തോടലാക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു, ശത്രുക്കൾക്ക് വേണ്ടി അവർക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ച യേശു, തന്നെപ്പോലെ തൻ്റെ ആൾക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. എന്നിട്ട് അദ്ദേഹം അവസാനം എന്നോട് ഒത്തിരി സുവിശേഷത്തിൽ കാര്യം പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് തമ്പുരാൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി താണ ലോകത്തിൽ വന്നു.
നമുക്ക് വേണ്ടി മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നു. ആ യേശു വീണ്ടും വരും. ആ യേശു വീണ്ടും വരുമ്പോൾ ബാഹ്യ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്ന ഒരു ജീവിതമല്ല നമുക്കൊരു ജീവിതമുള്ളത്. നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവെങ്കിൽ നമ്മളെല്ലാം സ്വന്തം മുഖം കൊണ്ട് അന്യോന്യം കാണുന്നൊരു സുദിനം വരും. അത് നിന്റെ ബാഹ്യ നേത്രങ്ങൾ തുറക്കും മാത്രമല്ല, നിന്റെ ആന്തരിക നേത്രം പ്രകാശിക്കും മാത്രമല്ല, നമ്മളെല്ലാ പേരും സ്വന്തം മുഖം കൊണ്ട് അന്യോന്യം കാണുന്നൊരു സുദിനം വരുമെന്ന് പറഞ്ഞു. എനിക്കിതൊന്നും മനസ്സിലായില്ല. യേശുവിനെ മനസ്സിലായില്ല. തൊട്ടടുത്തൊരു CSI പള്ളിയുണ്ട്, അവിടുത്തെ പാട്ട് കേൾക്കാം. പിന്നെ ക്രിസ്മസ് വരുമ്പം പടക്കം കേൾക്കാം. ഈസ്റ്റർ വരുമ്പോൾ പടക്കം കേൾക്കാം. അന്ന് അവിടെ ഒരു മരണവും ബഹളവും ഒക്കെ കേൾക്കാം. ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും എനിക്ക് പേടിയാണ്. കാരണം പടക്കം വെച്ച് പേടിപ്പിക്കും അയൽവാസികൾ. അപ്പോൾ ഇത് പേടിയാണ്. അപ്പൊ ഞാൻ ക്രിസ്തു ജനിക്കരുത്, ക്രിസ്തു മരിക്കരുത് പ്രാർത്ഥിക്കുന്ന ആളാണ്. ക്രിസ്തു എന്ന് പറയുന്ന ആളെ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതേ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ പറയുന്ന യോഗ്യത ഒന്നും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അച്ഛന്മാരുടെ വാസനയിൽ പോയി താമസിച്ചിട്ടുണ്ട്, അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കന്യാസ്ത്രീയുടെ ഗവൺമെന്റിൽ താമസിച്ചിട്ടുണ്ട്, അവരൊന്നും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ അച്ചായന് മാത്രം ഈ പ്രത്യേകത എങ്ങനെ ഉണ്ടായി? ഈ ക്രിസ്തു എവിടെ നിന്നുള്ള? അവർ പറയുന്ന ക്രിസ്തു അച്ചായൻ പറയുന്ന ക്രിസ്തു വേറെയാണോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ആ ചെറിയ പ്രായത്തിൽ ഞാൻ ചിന്തിച്ചു. 12-13 വയസ്സുള്ള സമയത്ത്. 12 വയസ്സ് കഴിഞ്ഞുള്ളൂ, 13 വയസ്സായിട്ടില്ല. ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നീ വരണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാമല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ തയ്യാറാക്കി വെച്ച കാര്യം, എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം. ഭക്ഷണം കഴിക്കാതെ എനിക്ക് അന്ന് അറിയാവുന്ന മർദ്ദനം എൻ്റെ ശരീരത്തെ സ്വീകരിച്ച് എനിക്ക് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത. പിന്നെ മറ്റൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. എനിക്ക് പറയുമ്പോൾ അതൊരു ഏതോ പറയുന്നത് ചെമ്മന് പോലെയാണ്. എന്തായാലും അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് ഞാൻ ആരുടെയും വീട്ടിൽ ഇനി പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛായ ഞാൻ ഇന്ന് വരുമ്പോൾ അച്ഛൻ എനിക്ക് ഇന്ന് ഭക്ഷണം തരും, ഇന്ന് ഉറങ്ങാനുള്ള കാര്യം എനിക്ക് ചെയ്തു തരും. നാളെ എന്നെ ഇവിടെ കൊണ്ടുവിടില്ലേ? പിന്നെ നാളത്തെ കഴിഞ്ഞാരാ? നാളെ വൈകിട്ടാണെങ്കിൽ ആരും കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ നീ പറഞ്ഞത് ശരിയാ, നിന്നെ ഇന്ന് എൻ്റെ കൈക്ക് എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. നിനക്ക് ഇന്ന് ഞാൻ ഭക്ഷണം തരാം, നിനക്ക് ഇന്ന് ഞാൻ ഉറങ്ങാനുള്ള സൗകര്യം ചെയ്യും. നാളെ രാവിലെ ഇവിടെ ഞാൻ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവിടും. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞൊരു യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പെറ്റതള്ള മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ ബന്ധുക്കളൊക്കെ പലയിടത്തായിട്ട് വിഭാഗിക്കപ്പെട്ടു പോയില്ലേ? അവരൊക്കെ മറന്നാലും മറക്കാത്തൊരു യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ടോ എന്നും എനിക്കറിയില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ നിർബന്ധിച്ചുകൊണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ടൊക്കെയാണ് അവരുടെ വീട്ടിൽ ചെന്നത്. ഒത്തിരി ആളുകളില്ല. സന്ധ്യാസമയത്ത് പ്രാർത്ഥന. അവരുടെ അപ്പച്ചൻ, അമ്മച്ചി, അവരുടെ സഹോദരൻ, അച്ചായൻ്റെ സഹോദരങ്ങള്, അവരുടെ ബന്ധുക്കൾ കുറച്ച് പേര് തിരുവല്ലയിൽ വന്നിട്ടുണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പാട്ടുപാടി ഹല്ലേലൂയ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു. എനിക്കൊന്നിനും കഴിയുന്നില്ല. ഒരു വള്ളിനെക്കറും ഒരു മുറുക്കയ്യൻ ഷർട്ട് വിട്ട് അവരുടെ മുമ്പിൽ ആ പ്രാർത്ഥനയുടെ നടുവിൽ തല മുമ്പിട്ടിരുന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ പാട്ടുപാടാനും ഹല്ലേലൂയ വിളിക്കാനും കൈയടിക്കാനും കഴിയുന്നു. അവർ കൂവി വിളിക്കുന്ന പോലെ തോന്നുമ്പോൾ നമുക്ക് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ആ സന്തോഷം മനസ്സിലാകുന്നത്. അന്ന് എങ്ങനെയായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ചിന്ത. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആ പാട്ടിനൊക്കെ ശേഷം ആ മനുഷ്യൻ തന്നെ, ആ ദേവദാസൻ തന്നെ, ആ ബഹുമാനിയായ എൻ്റെ അച്ചായൻ ഒരു വാക്യം വായിച്ചു. ആ വീട്ടിലുടയവൻ തന്നെ, അച്ചായൻ അവിടുത്തെ മൂത്ത മകൻ, അച്ചായൻ തന്നെയാണ് വാക്യം വായിച്ചത്, പ്രസംഗിക്കുന്നത്. അതിതാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ പറയുന്നത്. ഞാനത് ബൈബിള് കാഴ്ചയില്ലാത്ത വായിക്കുന്ന ഡെയിലി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അത് യെരൂശലേമിനെ സംബന്ധിച്ചൊരു പ്രവചന വിഷയമാണത്, പ്രവാചക വാക്യമാണത്. പക്ഷേ ഈ ഞാന് ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടില് ഇപ്പോഴും ഉണ്ട്. ഋഗ്വേദത്തിന്റെ ഭാഗങ്ങളുണ്ട്, ശബ്ദധാരാവലി, അമരകോശം, പിന്നെ എന്തൊക്കെയാ മലയാളം അങ്ങനെയൊക്കെയുള്ള സാംസ്കൃതിക മലയാളം ഒക്കെ ഉണ്ട് പുസ്തകങ്ങൾ. അപ്പൊ അവിടെ ഈ ഹൈന്ദവരുടെ വേദപ്രമാണം എന്ന് പറഞ്ഞാൽ ഗീതയോ ഭാഗവതോ ഒന്നുമല്ല, ഉപനിഷത്തുകള് വേദങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഉപനിഷത്തുകളൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ ബന്ധുക്കളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവർ. അവര് ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടറെ, കോളേജിൽ പ്രൊഫസറൊക്കെയാണ് എൻ്റെ അച്ഛമ്മയുടെ മക്കള്, അമ്മാവൻ്റെ മക്കളൊക്കെ. അപ്പൊ അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്, അവരൊക്കെ വായിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല, എൻ്റെ അച്ഛൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. കർണാടക വെച്ചൊരു സായിപ്പ് കൊടുത്ത ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു.
അച്ഛന് സാംസൊക്കെ വായിക്കുമ്പോൾ നല്ല സുഖം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത് സെലക്ടഡ് ബുക്ക് എന്നൊക്കെ പറയുമായിരുന്നു. അച്ഛനും ഒരു രഹസ്യ ക്രിസ്ത്യാനിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പള്ളിയിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ശോകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓർമ്മയുള്ളപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് രഹസ്യ ക്രിസ്ത്യാനിയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതിനുള്ള പ്രായമൊന്നും എനിക്കില്ല. പിന്നെ ഒരു പരസ്യവും അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് പോയപ്പോൾ കേട്ടിട്ടുണ്ട്. അത്ര അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോ ഈ ഉപദേശത്തുകളോ അല്ലെങ്കിൽ വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്നും വരുന്നില്ല. പക്ഷേ ബൈബിൾ മാത്രം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ടച്ച് ചെയ്തിട്ട് നമ്മളെ പ്രതിക്കൂട്ടി കയറ്റി നിർത്തി ചോദ്യം ചെയ്യുന്ന പോലെ ഒരു സംഗതി നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു വരും. അത് ഈ വചനത്തിന്റെ മാത്രം ഒരു സാധ്യതയാണ്. കാര്യം ഈ ബൈബിളിലെ പരാമർശ വിഷയം എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരനായ ദൈവം വീണുപോയ മനുഷ്യനല്ലേ. അപ്പൊ മനുഷ്യനുമായി സമ്മതിക്കുന്ന ഒരു വ്യവസ്ഥ ബൈബിളിലുണ്ട്. ആ ബൈബിളിൽ മാത്രം അതുള്ളതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷെ അന്നും ഈ അച്ചാൻ വായിക്കുമ്പോൾ ആദ്യം വായിച്ച വചനം ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19:41. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. യെരൂശലേം നഗരത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ്, പ്രവാചന വിഷയമാണത്. പക്ഷെ അത് അവിടെ നിന്ന് വായിച്ചപ്പോൾ എന്നോടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്ന പോലെയാണ് അത് ആ ബൈബിളിന്റെ വാക്യം ഇടപെട്ടത്. അത് ബൈബിളിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ അത് സ്വാധീനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ചോദിച്ചു, ചായ ഹൈന്ദവനും അനാഥനും അന്ധനുമായിരിക്കുന്ന എനിക്ക് ഈ സമാധാനം പ്രാപിക്കുമോ? നിങ്ങൾ ഈ സമാധാനം പ്രാപിച്ചിട്ടുണ്ടോ? സത്യമാണോ? ഇതാരാണ് സമാധാനം നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ അറിഞ്ഞാൽ നിത്യസമാധാനം പ്രാപിക്കും. മാത്രമല്ല, ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അറിഞ്ഞാൽ നമ്മുടെക്ക് ബാഹ്യ നേത്രങ്ങൾ കാഴ്ചയില്ലാതെ ഇവിടെ തപ്പിത്തടയുന്ന ഒരു ജീവിതമല്ല, നമുക്കൊരു നിത്യജീവനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ യേശുവിനെ അറിയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും, അവരുടെ അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വളരെ സ്നേഹത്തോടെ എന്നോട് ഇടപെടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇവർ ഇത്ര സ്നേഹത്തോടെ എന്നോട് ഇടപെടേണ്ട കാര്യം എന്താ ഉള്ളത്? എന്നിൽ നിന്ന് അവർക്കൊന്നും വസൂലാക്കാനില്ലല്ലോ, എന്നെ ഒരു ലാഭം അവർക്കില്ല, പിന്നെ എന്തിനാ അവർ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? അപ്പോ ഞാൻ ചോദിച്ച കാര്യമാണ് പറഞ്ഞത്, ഈ സമാധാനം എങ്ങനെ പ്രാപിക്കാൻ കഴിയും? അച്ഛൻ പറഞ്ഞ സമാധാനം എനിക്ക് പ്രാപിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എന്നാൽ ഒന്നുകൂടെ പറയാം. സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ അറിഞ്ഞാൽ നിത്യസമാധാനം പ്രാപിക്കും. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അനുഭവിച്ചറിഞ്ഞാൽ ബാഹ്യ നേത്രങ്ങൾ കാഴ്ചയില്ലെങ്കിൽ ആന്തരിക നേത്രം പ്രകാശിക്കും. യേശുവിന്റെ പ്രത്യക്ഷതയിൽ സ്വന്തം മുഖം കണ്ടു കാണുന്ന സുദിനം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അനവധി കാര്യം എന്നോട് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു. അവര് എന്നോട് സുവിശേഷം പറയാൻ നിർത്താൻ വേണ്ടി ഞാനൊരു കാര്യം ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അവർ എല്ലാവരും മാറി മാറി പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് എൻ്റെ തലയെ കൈവച്ച്, എൻ്റെ ശരീരത്തിലെല്ലാം കൈവച്ച് അവർ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ആർത്ത് പിടിച്ച് കൈയടിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ പറഞ്ഞല്ലോ, കാഴ്ച പോയ ശേഷം ഞാൻ ഒരിക്കലും നേരെ നോക്കിയിട്ടില്ല. നേരെ നോക്കിയിട്ട് കാര്യമില്ല, ആരെയും കാണുന്നില്ലല്ലോ, തല കുമ്പിട്ടിരിക്കും. പക്ഷേ ഒരു ശക്തി വരുന്ന സമയത്ത് ഞാൻ അറിയാതെ മുഖം ഉയർത്തി, തല ഉയർത്തി, എല്ലാവരും നോക്കുന്ന പോലെ കാണിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ മുഖത്തൊരു വലിയ പ്രകാശം വന്നെന്ന് പറഞ്ഞു. ഒരു ശക്തി ഞാൻ അനുഭവിച്ചു. എൻ്റെ കൈക്കാരെ പിടിക്കുന്ന പോലെ ഒരു സമാധാനം വരുന്ന പോലെ തോന്നി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എന്നെ ആരെങ്കിലും ഇമോഷണലായിട്ട് തോന്നൽ വരുത്തിയതാണോ? അവരുടെ ആ ശബ്ദം കൊണ്ടും അവരുടെ ആ ശബ്ദവും ഒച്ചയും സ്നേഹവും എല്ലാം കൊണ്ട് എന്നെ മനസ്സിനെ സ്വാധീനിച്ച് അങ്ങനെ വരുത്തിയതാണോ? എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇനിയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കളൊക്കെ വേറെ ഓരോ സ്ഥലത്ത്, അച്ഛൻ ഓർമ്മശക്തിയില്ലാതെ ഒരു സ്ഥലത്ത് നടക്കുന്നു. ഹോസ്പിറ്റലിൽ ദൂരം ആവിരിക്കുകയും എറണാകുളത്തുമായിട്ട് കഴിയും. ചേച്ചിയോടടുത്ത്, എൻ്റെ ഇളയമങ്ങളടുത്ത്, സഹോദരങ്ങളെല്ലാം ഓരോ സ്ഥലത്തായിരിക്കും. എനിക്ക് മാത്രം എന്നെ ആരും സ്നേഹിക്കാനും സഹകരിക്കാനും ഇല്ലാത്ത സമയത്ത് ഞാൻ ഉറങ്ങാറില്ല. കോഴി പോകുന്ന ശബ്ദം കേട്ടും പക്ഷി ഇലയ്ക്കുന്ന ശബ്ദം കേട്ടും രാത്രി പകലും തിരിച്ചറിയുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉറങ്ങില്ല. പക്ഷേ യേശുവിനെ കുറിച്ച് കേട്ട രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അന്നാണ് ഞാൻ സുഖമായി എല്ലാം മറന്ന് ഞാൻ അറിയാതെ ഉറങ്ങി. പ്രഭാതമായപ്പോൾ അവരുടെ ക്ലോക്കിൽ ബെല്ലടിച്ച് 5 മണി. അപ്പൊ ബെല്ലടിച്ചപ്പോൾ ഞാൻ എഴുതിട്ടിരുന്ന ആ ബെല്ല് എണ്ണി 5 മണിയായി.
ഞാൻ ജീവിതത്തിൽ ആദ്യമായി പ്രാർത്ഥിച്ചു. ഞാൻ എത്രയോ ക്ഷേത്രങ്ങളിൽ, എത്രയോ മോസ്കുകളിൽ ഒക്കെ പോയി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് ഒരു വല്ലാത്തൊരു വിഷമം പോലെയാണ്. കാരണം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിഷമം പോലെയാണ്. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു വ്യത്യസ്ത നിലയിലായിരുന്നു. എനിക്ക് 3-4 കാര്യം അറിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, കർത്താവേ, യേശുവേ, ഇത്രേ അറിയുള്ളായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങാണോ സാക്ഷാൽ യേശു? അങ്ങനെയെങ്കിൽ ആ ഒരു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു സന്തോഷവും സമാധാനവും ശക്തിയും വരുന്ന പോലെ തോന്നി. ഒരു കറണ്ട് പാസ് ചെയ്ത അനുഭവം എനിക്ക് ഉണ്ടായത്. അത് തോന്നലാണോ, അവർ പറഞ്ഞെന്നെ അങ്ങനെ ആക്കിയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. യേശുവേ, അങ്ങാണ് സത്യദൈവമെങ്കിൽ, സാക്ഷാൽ ഈശ്വരനെങ്കിൽ, എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ട സൂര്യന്റെ വെളിച്ചം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്നാണ് വിദഗ്ധന്മാരായ ഡോക്ടർമാർ അവകാശപ്പെടുന്നത്, അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എനിക്കത് വിശ്വാസവും ഇപ്പോഴില്ല. പക്ഷേ അങ്ങാണ് സാക്ഷാൽ ഈശ്വരെങ്കിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ട സൂര്യന്റെ വെളിച്ചം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. രണ്ടാമത്തെ എൻ്റെ പ്രാർത്ഥന, കർത്താവെ, ഞാൻ ഇന്ന് വരെ കേട്ട മനുഷ്യന്റെ ശബ്ദമല്ലാത്ത വ്യത്യസ്തമായ ശബ്ദം, വ്യത്യസ്തമായ നിലയിലെ എന്നെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമതൊരു പ്രാർത്ഥനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ, നമുക്ക് ഏവർക്കും ചെറിയ പ്രായത്തിൽ നമ്മൾ കണ്ടത് ഓർത്തിരിക്കും. അത് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മുടെ ചെറിയ പ്രായത്തിൽ കണ്ട ചില പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കും. എൻ്റെ ചെറിയ പ്രായത്തിൽ 5 വയസ്സുള്ളപ്പോൾ, എനിക്ക് കാഴ്ചയുള്ളപ്പം, ഒരു ഹൈന്ദവയായ ചേച്ചി ഒരു പക്ഷിയെ കൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിലും അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ ലക്ഷണം പറയുന്നല്ല, ആ പക്ഷിയെ കൊണ്ട് ചിത്രം എടുത്ത് കാണിച്ചിട്ട് അവരോട് ലക്ഷണം പറയുകയാണ്. അപ്പൊ എൻ്റെ ചേച്ചി ചോദിച്ചു, ഞങ്ങളുടെ എളിയ സഹോദരനെ പറ്റി പക്ഷിക്ക് എന്താ പറയാനുള്ളത്? ദൈവത്തിനുമല്ല, മനുഷ്യനുമല്ല, ഈ പക്ഷിക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ എന്തൊക്കെയാ പക്ഷിയോട് പറഞ്ഞു, ഇവനെ കുറിച്ചുള്ള ലക്ഷണം ചൊല്ലാൻ പറഞ്ഞു. ആ പക്ഷി അതിന്റെ ചൂണ്ടുകൊണ്ട് ഒരു ചിത്രം കൊത്തിയെടുത്തിട്ട് എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് അത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവര് എൻ്റെ ചേച്ചിയോടും ബന്ധുക്കളോടും പറഞ്ഞു, ഇവന്റെ ഇഷ്ടദേവത, ആരാധന മൂർത്തി ഈശോ അഥവാ യേശുവാണ്. നിങ്ങൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭാരപ്പെടേണ്ട, അവനെ ദൈവം നോക്കിക്കോളും, യേശു നടത്തും എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ യേശുവിന്റെ ക്രൂശ് രൂപം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥന. കർത്താവേ, അന്ന് ആ ചേച്ചി എടുത്ത് ചിത്രം കാണിച്ചു. അതാരെങ്കിലും ചിത്രം വരച്ചതാണോ, ഫോട്ടോ എടുത്താണോ എന്നൊന്നും എനിക്കറിയില്ല. യേശുവിന്റെ ക്രൂശിത രൂപമെന്ന് പറഞ്ഞു. ആ രൂപം എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാർത്ഥന. ഒന്ന്, എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ട സൂര്യന്റെ വെളിച്ചം കാണിക്കണം. രണ്ടാമത്, മനുഷ്യന്റെ ശബ്ദമല്ലാത്ത വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾപ്പിക്കണം. മൂന്നാമത്തെ പ്രാർത്ഥന, യേശുവിന്റെ ക്രൂശിത രൂപം എന്നെ കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളെല്ലാം വ്യത്യസ്തമായ നിലയിൽ ദൈവം സന്ദർശിച്ചിട്ടുള്ളവരാണ്. ശബ്ദം കേട്ടവരും ദർശനം കണ്ടവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്നെ പറയുന്നു, ഞാൻ ഈ 3 പ്രാർത്ഥന കഴിച്ച ആ നിമിഷം 1000 സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കുന്ന വലിയ പ്രകാശം എൻ്റെ കണ്ണിനെ ചുറ്റി മിന്നിയിട്ട്, യേശു, ഞാൻ നിന്നെ നടത്തും, നയിക്കും, പരിപാലിക്കും, സൂക്ഷിക്കും, കൈക്കുടിച്ച് നടത്തും, സൂക്ഷിക്കും, പരിപാലിക്കുമെന്ന് മാത്രമല്ല, നിന്നെ എൻ്റെ ദാസനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്ന ശബ്ദം ഞാൻ ഇന്ന് കേട്ടായിട്ട് ഓർക്കുന്നു. എനിക്ക് പലതും മനസ്സിലായില്ല. പക്ഷെ അതൊക്കെ എനിക്ക് അന്നും ആ ചെറിയ 12 വയസ്സിൽ എനിക്ക് മനസ്സിലായി. എന്നിട്ട് യേശുവിന്റെ ക്രൂശ് രൂപം കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാനത് കണ്ട പോലെ തന്നെ അനുഭവിച്ച് അവരുടെ കട്ടിൽ എഴുന്നേറ്റ് ഇരുന്ന് തുള്ളിച്ചാടി ഡാൻസ് ചെയ്ത് അന്യഭാഷ പറഞ്ഞു എന്ന് അവർ പറയുന്നു. മാനസാന്തരപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനം അറിയില്ല, രക്ഷ അറിയത്തില്ല, സ്നാനം അറിയില്ല, അഭിഷേകം അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും അവർ പറഞ്ഞു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കേണ്ട എന്നെ ദൈവം കൈക്ക് പിടിച്ച് നടത്തി. 3 പ്രാവശ്യം എന്നെ ആ വിശ്വാസത്തിലേക്ക് നടത്തിയ അച്ചായൻ 7 കിലോമീറ്റർ നടത്തി, പെരിയാറ് കടന്ന് മലകൾ കയറിപ്പോണം, വലിയ ഇറക്കം ഇറങ്ങണം, വരമ്പിലെ ഒറ്റയടിപ്പാത, അതുപോലെ പാലങ്ങൾ, ഒറ്റത്തടി പാലം കയറണം. എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് അദ്ദേഹം എന്നെ 3 പ്രാവശ്യം 6-7 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ചർച്ചയിൽ കൊണ്ടുപോയി. 3-ാമത്തെ ആഴ്ചയിൽ അദ്ദേഹത്തിന് കുമ്പനാട് അഡ്മിഷൻ കിട്ടി. അദ്ദേഹം പോയി. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്നോട് ഈ ശബ്ദം കേൾപ്പിച്ച ദിവസം പറഞ്ഞല്ലോ, കൈക്ക് പിടിച്ച് നടത്താം, നയിക്കാം, സഹായിക്കാം, എന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലേ?
ഇപ്പൊ ദൈവം എനിക്കാരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാന്നൊരു ശബ്ദം കേട്ടു. ഞാൻ തനിയെ അനവധി പ്രാവശ്യം മറ്റുള്ള ചേച്ചിമാരുടെ കൂടെയും കുട്ടികളുടെ കൂടെയും പോയിട്ടുള്ള പെരിയാറ്റിലേക്ക് തന്നെ നടന്നു പോയി. എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ചെറിയ അത് സ്ഥലത്തൂടെയൊക്കെ നടന്നു പോയി വെള്ളത്തിന്റെ സൈഡിൽ ചെന്നിറങ്ങി, വെള്ളത്തിലിറങ്ങി കുളിച്ച് സൈഡിൽ നിന്ന് കുളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു, തന്നെ വന്നു. എന്നിട്ട് അച്ചായൻ എന്നെ കൊണ്ടുപോയ സ്ഥലത്തൂടെ വരമ്പിലൂടെ ഒറ്റയടി പാതയാണ്. ആ വരമ്പിലൂടെ കയറി അടുത്ത തടിപ്പാലത്തിന്റെ അവിടെ ചെന്നപ്പോൾ പാലത്തെ കയറാൻ പേടി തോന്നി. പതുക്കെ കാല് വിറച്ച് വിറച്ച് ഓരോ കാലും എടുത്തു വെച്ച് പതുക്കെ ഒറ്റത്തടി പാലം കടന്ന് അങ്ങനെ ചെന്നു. വലിയ കുന്ന് കയറി. എന്നിട്ട് പിന്നെ ഇറക്കം ഇറങ്ങുമ്പോൾ രണ്ട് സൈഡിലും പാറക്കൂട്ടം വീണാ മരിച്ചു പോകും, താഴോട്ട് വീഴും. പിന്നെ എവിടെ ചെന്നാൽ എടുക്കാൻ പറ്റുന്ന വലിയ, അവിടുത്തെ ഭാഷയിൽ പറഞ്ഞ പൊക്കെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൂടെ നടന്നു പോവുക. പതുക്കെ 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 കാല് വിറച്ച് വിറച്ച് താഴെ ഇറങ്ങി പെരിയാറിന്റെ തിരിച്ചെന്നപ്പോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോ തോണിക്കാരൻ എന്റെ കൈ പിടിച്ചു. തോണിക്കാരൻ കൈ പിടിച്ച് തോണിയെ കയറ്റി അക്കരെ ചെന്നപ്പോ തോണിക്കാരൻ കൈവിട്ടപ്പോ യേശു എന്റെ കൈക്ക് പിടിച്ചു. അങ്ങനെ ആരോ കൈക്ക് പിടിക്കുന്ന പോലെ തോന്നി. ഞാൻ ആ ചർച്ചിലെത്തി. അന്ന് അവിടുത്തെ പാസ്റ്റർ പറയുന്നു, കുരുടന്മാർ അവർ അറിയാത്ത വഴികളിൽ യേശു നടത്തുന്നു എന്ന് പറയുന്ന വാക്യം വായിച്ചു കേൾപ്പിക്കാനും അതേ അവസ്ഥ എനിക്ക് അനുഭവിക്കാനും സഹായിച്ചു. ഞാൻ അന്ന് മുതൽ തനിയെ നടക്കാൻ ഇടയായി. എൻ്റെ വീട്ടിൽ നിന്ന് അടുത്തൊരു വീട്ടിലേക്ക് പോകാൻ തന്നെ എനിക്കറിയത്തില്ലാത്ത ഞാൻ ഇന്ത്യ മുഴുവൻ പല സ്റ്റേറ്റിലും പോയിട്ടുണ്ട്, അനവധി സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ക്രോണിക് ഡിസീസ് ആയിട്ടുള്ള അനവധി ആളുകളെ പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യം കൊടുത്തിട്ട് ഓർക്കുന്നുണ്ട്. മദ്രാസിലൊക്കെ എത്ര പ്രാവശ്യം പോയിട്ടുള്ളത്. ബീഹാറിലെ, ഗുജറാത്തിലെ, നേപ്പാളിലൊക്കെ പോകാൻ ദൈവം എന്നെ തന്നെ പോകാൻ സഹായിച്ചു. തനിയെ സഞ്ചരിക്കാൻ പഠിപ്പിച്ചു. ദൈവം എനിക്ക് അത്യാവശ്യ വിദ്യാഭ്യാസം തന്നു. കലാപരമായ ചില കഴിവുകൾ ദൈവം എനിക്ക് അഭ്യസിക്കാനുള്ള അവസരം തന്നിരുന്നു. അതൊക്കെ എങ്ങനെ പറഞ്ഞറിയിക്കാൻ നടത്തില്ല. എന്തായാലും ഞാൻ ആകാശവാണി നടത്തുന്ന ഓഡിയേഷൻ ടെസ്റ്റിൽ പാസ്സായി. സെക്കൻഡ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആകാൻ ആകാശവാണി ദൈവം എനിക്ക് അവസരം ലഭിച്ചു. അനവധി പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പിലും നാടക ട്രൂപ്പിലും വായിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അനവധി അത്യാവശ്യ വിദ്യാഭ്യാസം ദൈവം എനിക്ക് തന്നു. അങ്ങനെ ദൈവം ഇന്ന് വരെ എന്നെ നടത്തുന്നു. എന്നെ ദൈവം സഹായിക്കുന്ന വിധങ്ങൾ അനവധിയാണ്. അങ്ങനെ ആ 12 വയസ്സിൽ ഞാൻ 13 വയസ്സിൽ യേശുവിനെ അറിഞ്ഞെങ്കിലും പിന്നെ ഞാൻ യേശുവിൻ്റെ മാർഗത്തിലേക്ക് നടന്നു പോയില്ല. പെട്ടെന്ന് എൻ്റെ ചേച്ചി ഓർത്തു, അമ്മയൊക്കെ ഓർത്തു, എന്നെ വന്നു സ്കൂളിൽ അയച്ചു. കലാപരമായ കഴിവുകൾ അഭ്യസിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ലഭിച്ചു, പഠിക്കാൻ പറ്റി. പക്ഷേ പിൽക്കാലത്ത് 89-ലാണ് ഞാൻ യേശുവിനെ അറിഞ്ഞു വരാൻ കാരണം. അതിനൊരു കാരണമുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നടത്തും, ഞാൻ നിന്നെ കരങ്ങളിൽ വഹിക്കും, നിന്നെ എൻ്റെ സാക്ഷിയാക്കും എന്ന് പറഞ്ഞു. അനവധി അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കല് പേര് പറയാൻ എനിക്ക് തോന്നുന്നില്ല, പ്രസിദ്ധരായ ചില ആളുകളാണ് സുവിശേഷ പ്രവർത്തകര്. അവരും ഞാനും ഒരു ട്രൈബൽ സെറ്റിൽമെന്റിൽ സുവിശേഷ പ്രവർത്തനം പോയി. മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ പെട്രോൾ ഉണ്ട്. അതുപോലെ പുല്ല്, ഒരു തരം പെരമേയുന്ന പുല്ലുണ്ട്, അത് കത്തിച്ച് പന്തമാക്കും. ആ പന്തം കത്തിച്ച് പെട്രോൾ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് റോഡിന്റെ സണ്ട് സ്ഥലം ചെറിയ റോഡാണ്, കൂപ്പ് റോഡാണ്. ഈ ജീപ്പ് മാത്രം പോകാനുള്ള സംവിധാനമുണ്ട്. എന്നെങ്കിലും അവിടെ പള്ളയൊക്കെ കയറി കിടക്കുക. പലപ്പോഴും വണ്ടി പോകുന്നില്ലല്ലോ. പള്ളയൊക്കെ ഇങ്ങനെ വകഞ്ഞ ഞങ്ങൾ പോകുന്നത്, വെട്ടി മാറ്റിയൊക്കെയാണ് വഴി യാത്ര ചെയ്യുന്നത്. 10-12 പേരുണ്ട് ഞങ്ങൾ. പ്രസിദ്ധരായ ചിലരുണ്ട്. അവരുടെ പേരൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ തന്നില്ല. എനിക്കറിയാം, അവരത് നിഷേധിക്കാമെന്ന് എനിക്കറിയാം. ഒന്ന് നമ്മുടെ ബ്രദർ ചാണ്ടപ്പിള്ള പെരുപ്പ, ലോകപ്രസിദ്ധനായ ചാണ്ടപ്പിള്ള പെരുപ്പായിരുന്നു. അങ്ങനെ അനവധി പേരുണ്ട്. എനിക്ക് തോന്നുന്നു ആർ കൃഷ്ണൻകുട്ടി സാർ, മരിച്ചുപോയ സാറുണ്ടായിരുന്നു, എം.എ. ചെറിയാൻ സാറൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവരൊക്കെ പ്രസിദ്ധരാണ്. അപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചിലരൊക്കെ പറഞ്ഞു, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കുഞ്ഞന്തോട്ടപ്പള്ളി ഉണ്ട്, ചണ്ടപ്പള്ളി പിസ്റ്റൽ ഉണ്ട്, അങ്ങനെ ചിലരുണ്ട്. ചിലര് പറഞ്ഞു കൃഷ്ണകുമാറിനെ കൊണ്ടുവരായിരുന്നു, മാഷെ കൊണ്ടുവരായിരുന്നു, മാഷെ കൊണ്ടുവന്നുകൊണ്ടാ പ്രശ്നം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓടി മരത്തേക്കാരായിരുന്നു, ഓടിപ്പോകായിരുന്നു, ഇദ്ദേഹത്തെ ഇട്ടിട്ട് എന്ത് ചെയ്യും. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പോഴും അദ്ദേഹം നല്ല സുഹൃത്ത് തന്നെയാണ്, ഡോക്ടർ കുര്യൻ, അദ്ദേഹം കീബോർഡ് വായിക്കുന്നത്. അദ്ദേഹവും ഞാനിവിടെ കൈക്ക് പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ച ദൈവം, ഈ പാതിരാത്രിയിൽ ഞങ്ങളെ ദൈവം രക്ഷിക്കണമേ എന്ന് പറഞ്ഞ നിമിഷം റോഡിന്റെ 2 സൈഡ് ഞങ്ങളെ വലയം ചെയ്യുന്ന ആന, അവരെണ്ണീന്നാ പറയുന്നത്, 12 ആനയെ അവരെണ്ണീന്നാ പറയുന്നത്. കട്ടാനെ ആ ആന വലയം ചെയ്തിരിക്കുക. ഈ പെട്രോൾ വെട്ടം കുറയും,
ഈ പന്തം കെടും. ആ സമയത്ത് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിരിക്കുന്ന പോലെയായിരുന്നു. കുട്ടിയാനെയും കുഞ്ഞുങ്ങളും കൊമ്പന്മാരും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച ആ നിമിഷം അങ്ങനെ കാട് ഇളക്കി മറിച്ച് ഒടിച്ചുകൊണ്ട് 2 സൈഡിലേക്ക് മാറിപ്പോകുന്നതും ആന കാലുകൊണ്ട് ശബ്ദം ഇങ്ങനെ തറയിൽ ചവിട്ടുന്നത് ഞാൻ കേട്ടു. ആനയുടെ ശ്വാസഗതി കേട്ടു. സ്മെല്ല് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കർത്താവ് തമ്പുരാൻ ആരെ ഏത് നിലയിൽ സൃഷ്ടിച്ചിരിക്കുമോ അത് അധികമായി പരിപാലിക്കാൻ സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. എൻ്റെ മറ്റൊരു അനുഭവം, ഞാൻ ഒരിക്കലും ഒരു ചെറിയ തോട്ടിൽ നല്ല ഒഴുക്കാണ്, അറിഞ്ഞ തോട്ടിലൊക്കെ ഒഴുക്കി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടി വന്ന് എന്നെ ഇടിക്കുന്നു. തടി ഇടിച്ച പോലെ എനിക്ക് തോന്നി. തൊട്ട് നോക്കി ഏതാണ്ട് വല്ലാത്തൊരു ഹർഷണം, നമുക്ക് എന്തോ ഒരു സ്പർശിക്കാൻ തോന്നാത്ത ഒരു അവസ്ഥ ഉണ്ടായി. ചേച്ചിമാരൊക്കെ ഇങ്ങനെ അലർക്കരയുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മോനെ പെരുമ്പാമ്പായിരുന്നു, നീ മാറി നിന്ന് ഭാഗ്യവാ, നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അത് ഒഴുകിപ്പോയി. കർത്താവ് എന്നെ പെരുമ്പാമ്പിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ ഇലക്ട്രിക് ഷോക്ക്, ഞാനും എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു വിജയനും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇലക്ട്രിക് ഷോക്ക്, കമ്പി പൊട്ടി നിലത്ത് കിടന്നു. കമ്പി തട്ടിച്ചപ്പോൾ കൈ കറണ്ട് പാസ് ചെയ്ത പോലെ തോന്നി. ഞങ്ങളുടെ കയ്യിലേക്ക് ഇത് മാർക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് പരിശോധിച്ചപ്പോൾ കമ്പയാന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് മാറ്റി ഞങ്ങളെ എങ്ങനെയോ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഇലക്ട്രിക് ഷോക്കിന് ദൈവം വിടുവിച്ചു. ദൈവം ഏത് നിലയിലും വിടുവിക്കും. ഇനി മറ്റൊരവസ്ഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലൈറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പൂളി ഞങ്ങൾക്കും ഉണ്ട്, കാഴ്ചയില്ലാത്തവർക്കും അത് പഠിക്കാം. അത്യാവശ്യം വിദ്യാഭ്യാസം മെട്രിക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പോകാം. അപ്പം അത് ഫറൂഖ് കോളേജിലായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഫറൂഖ് കോളേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തുന്നത്. അവിടെയാണ്, ഫറൂഖ് കോളേജിന് അടുത്താണ് ആ സെൻറ്റർ ഉള്ളത്. അവിടേക്ക് പോകാനായിട്ട് കോട്ടയത്ത് നിന്ന് മലബാർ എക്സ്പ്രസിൽ ട്രെയിനിൽ കയറിയപ്പം ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രയിൽ എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്ക് ഉണ്ടാവും, ഡെയിലി വാച്ചാണിത്. ഇത് ടച്ച് ചെയ്ത് നോക്കി സമയം പറയാൻ പറ്റും. എൻ്റെ ആ കയ്യിലെ വാച്ച് ഞാൻ പരിശോധിച്ചു. 4 മണി ആകാനായിട്ട് ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട്. 3:45 ആയുള്ളൂ. ആരോ പറഞ്ഞു ഫറോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്നു പോയി തന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഫറോക്ക് കോളേജിലേക്ക് എൻ്റെ വണ്ടി വരും. അങ്ങനെ ഞാൻ ആ ബസ് കയറി ഫറോക്ക് കോളേജിലേക്ക്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആരോ പറഞ്ഞു ഫറോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർമാരെ എന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പിടിച്ച് എൻ്റെ കയ്യിൽ ഇറക്കി വിട്ടു. വലിയ താഴ്ച. അപ്പം ഞാൻ ചോദിച്ചു, പ്ലാറ്റ്ഫോം എന്താ? പ്ലാറ്റ്ഫോം ഫ്രണ്ടിലാണ്, അങ്ങോട്ട് നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരാന്ന് വിചാരിച്ചിങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന ബാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടും പ്ലാറ്റ്ഫോം എത്തുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇറങ്ങേണ്ട സ്ഥാനത്തല്ല ഇറങ്ങിയത്. എവിടെയോ വണ്ടി നിർത്തി അവിടെ ഫറോക്കെന്ന് അവർ പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടു. ഞാൻ ചോദിച്ചു, കർത്താവേ, എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നോട് പറഞ്ഞല്ലോ ഞാൻ നിന്റെ കൈക്ക് പിടിക്കും, സഹായിക്കും, സൂക്ഷിക്കും, പരിപാലിക്കും എന്ന് പറഞ്ഞു. ഈ പാതിരാത്രിയിൽ എവിടെയാണ് എന്നെ ഇറക്കി വിട്ടത്? ഏതെങ്കിലും കായലിന്റെ നടുവിലാണോ? ഏതെങ്കിലും വനാന്തരത്തിലാണോ? ഒരു ശബ്ദം പോലും, ഒരു പക്ഷി പോലും ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല. ചീവീട് പോലും അലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല. മനുഷ്യന്റെ ശബ്ദവും വണ്ടിയുടെ ശബ്ദവും ഒന്നും കേൾക്കുന്നില്ല. ട്രെയിൻ എന്നെ വിട്ടിട്ട് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു, ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നലൊക്കെ, ടോൺസ് ഒക്കെ, വേവ്സ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ദൂരെയാണെങ്കിലും റെയിൽവേ നിൽക്കുകയാണ്, നമുക്കത് കേൾക്കാൻ പറ്റും. ആ പാളത്തിന്റെ ചലനമൊക്കെ തിരിച്ചറിയാൻ പറ്റും. അത് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ ചോദിച്ചു, കർത്താവെ എന്നെ സഹായിക്കാൻ ആരുമില്ലേ ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ ദൂരെ നിന്ന് മെറ്റിലൂടെ ഷൂട്ട് ചവിട്ടി വരുന്നു. ഞാൻ വിചാരിച്ചു ഈ റെയിൽവേ കീപ്പർമാരുണ്ട്, സൂക്ഷിക്കുന്ന പാളങ്ങളൊക്കെ സൂക്ഷിക്കാനും നോക്കാനൊക്കെ ഉള്ള ആളുകൾ, അതെങ്കിലും ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, സാർ എനിക്ക് 2 കണ്ണിനും കാഴ്ചയില്ല, ഞാൻ ഫറോക്കിലാണ് ഇറങ്ങേണ്ടത്, സ്ഥലം തെറ്റി ഇറങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്, എവിടെ ഇറങ്ങേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് കാഴ്ചയില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യനൊന്നും മിണ്ടുന്നില്ല. പിന്നെയും പറഞ്ഞു, ആവശ്യക്കാരന് ഔദ്യോഗികബോധം ഇല്ലല്ലോ. ഞാൻ ഉടനെ പിന്നെയും പറഞ്ഞു, സാർ എനിക്ക് കണ്ണ് കാഴ്ചയില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു, ഷൂട്ട് ചവിട്ടി എൻ്റെ അടുത്ത് വന്നു, നിശ്ചലനായി. എൻ്റെ കൈ വിരലിൽ ഒന്നിലിങ്ങനെ തൊട്ടായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. ഞാനൊരു സത്യം പറയാം, കാഴ്ചയില്ലാത്ത ആളിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിന്നാൽ ആ സ്ത്രീയാണോ പുരുഷനാണോ തിരിച്ചറിയാൻ അവർക്ക് കഴിയും. അങ്ങനെയുള്ള സെൻസ് ഉണ്ട് അവർക്ക്. നമ്മൾ ഈ 5 സെൻസ് എന്ന് പറയുന്നില്ലേ, ഈ 5 സെൻസിന്റെ ആക്സെൻസിലാണ് 6th സെൻസ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സെൻസ് ഉണ്ട്.
അതുകൊണ്ട് ഒരു സ്ത്രീയാണോ പുരുഷനാണോ വന്ന് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യെ വന്ന് തൊട്ട് നമ്മുടെ കൂടെ നടന്നാൽ നമുക്ക് ഒത്തിരി സിംറ്റംസ് കിട്ടും. എന്താണെന്നറിയാമോ? അവരുടെ വസ്ത്രത്തിന്റെ ചലനം, അംഗപ്രത്യംഗത്തിന്റെ ചലനങ്ങൾ, അതിന്റെ ശബ്ദങ്ങൾ. നമ്മളിങ്ങനെ നനയ്ക്കേ പോലും ഒരു ശബ്ദം കണ്ടോ? ഇപ്പൊ എൻ്റെ കാലം എന്തൊരു ചൊട്ട പോലെ സാധനം വീണു. അങ്ങനെ നമ്മുടെ കാലും കൈയൊക്കെ അനക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും. പിന്നെ ഹൃദയത്തിന്റെ ഇടിപ്പ്, തുടിപ്പ്, അംഗപ്രത്യംഗത്തിന്റെ ചലനങ്ങൾ, അതിന്റെ ശബ്ദങ്ങള്, ശ്വാസഗതി, സ്മെല്ല്, ഹൃദയത്തിന്റെ ഇടിപ്പ്, തുടിപ്പ്, വസ്ത്രത്തിന്റെ ചലനം, ഇതെല്ലാം അറിയാൻ പറ്റും. ഒത്തിരി സിംറ്റംസ് ഉണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യെ തൊട്ട ആളിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡന്റിറ്റി കിട്ടിയില്ല. ഞാൻ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് വരും ഫറോക്ക് സ്റ്റേഷന്റെ ബെഞ്ചിൽ നിന്ന് ഞാൻ ഉണർന്നു വരുന്നതാണ് ഓർക്കുന്നത്. ഞാൻ മനസ്സിലായി, എന്നെ കൈക്ക് പിടിച്ചത്, കരങ്ങളിൽ വഹിച്ചത് ദൈവമാകാം, ദൈവത്തിന്റെ ദൂതനാകാം. ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. അതാണ് പിൽക്കാലത്ത് എന്നെ വിശ്വാസത്തിലേക്ക് നടത്താനും ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിന്റെ കരങ്ങളിൽ വഹിക്കാനും ഒക്കെ, അല്ലെങ്കിൽ ദൈവം നടത്തും എന്നുള്ള വിശ്വാസം എന്നിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ഒരിക്കൽ യാത്ര ചെയ്യുന്നു. എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ, ഇസ്ലാം സഹോദരൻ, ഫറൂഖ് കോളേജിൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, 10 പൈസ തരണം. ഒത്തിരി പൈസ ചോദിച്ചില്ല, അവൻ 10 പൈസ ചോദിച്ചുള്ളൂ. അവൻ പിന്നെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്നെ കൂടാതെ 3 പേര് കൂടെ കാഴ്ചയില്ലാത്തവരുണ്ട്. അവൻ്റെ പെങ്ങള് സഫിയ റഹ്മാനിയ കോളേജ് സ്കൂളിലെ കാലിക്കറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവൻ്റെ 2 ചേട്ടന്മാർ എനിക്കറിയാം. അപ്പൊ അവൻ വന്ന് പറയാ, ഞങ്ങളുടെ 3 പേര് കാഴ്ചയില്ല, 4 പേര് കാഴ്ചയില്ല, മാത്രമല്ല എൻ്റെ അമ്മയും അപ്പനും രോഗികളാ, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പാട്ടുപാടി പാത്രം കിളിക്കുക. എൻ്റെ തൊട്ടടുത്ത് വന്നപ്പോൾ എനിക്കൊന്നും കൊടുക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ധാരാളമായി കണ്ണീരൊഴുക്കി പോയി. പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു എൽസി, ഞാനൊരു ഗിഫ്റ്റ് ഹൗസിൽ കയറി, എൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. ഞാനും മറ്റൊരു പാസ്റ്ററുമായിട്ട് നടക്കുന്ന സമയത്ത്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത്, ഞങ്ങളൊരു ഗിഫ്റ്റ് ഹൗസിൽ കയറി ഗ്ലാസ് മേടിക്കാൻ കയറിയപ്പോൾ ഒരമ്മ വന്ന് എൻ്റെ കയ്യെ തൊട്ടിട്ട് പറഞ്ഞു, ഞാനാ, മനസ്സിലായി, അമ്മയാ. ഞാൻ ചോദിച്ചേ, കൂടെ പഠിച്ച അമ്മയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അവള് സെന്റ് പീറ്റേഴ്സ് കോളേജിൽ പ്രീ ഡിഗ്രി, സെന്റ് സേവിയേഴ്സിന് ഡിഗ്രി കളഞ്ഞിട്ട് പിന്നെ മാസ്റ്റർ ബിരുദം എടുത്ത് എവിടെയോ പോയി, വടക്കേണ്ടിയിൽ പോയി ജോലി ചെയ്യുകയാണല്ലോ എന്ന് വിചാരിച്ചു. അവള് ജോലി ചെയ്തില്ല. അത്രയൊക്കെ എടുത്തെങ്കിലും, ഡിഗ്രി കിട്ടിയെങ്കിലും, PG എടുത്തെങ്കിലും ജോലി കിട്ടിയില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടകളിൽ ഭിക്ഷ അയച്ചു വരുന്ന അവളൊന്നും മിണ്ടാതെ ദൂരെ മാറി എന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാനീ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഞാൻ ആ പറഞ്ഞ ഇസ്ലാം സഹോദരനെ പോലെ, എൻ്റെ കൂടെ പഠിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങളേവരും സ്റ്റാൻഡിൽ തെരുവീതിയിൽ ചെല്ലുമ്പോൾ അനവധി ആളുകൾ കാഴ്ചയില്ലാത്തൊരു വടിയും തെണ്ടിത്തിരിയുന്ന ചില ഭിക്ഷുക്കളെ കാണാം. എന്നാൽ എൻ്റെ ദൈവത്തെ അറിഞ്ഞവരെ ആരും ദൈവം വടിയും തണ്ടിത്തിരിയുന്ന ഭിക്ഷുവാക്കി മാറ്റാതെ ദൈവം സമൃദ്ധിയായി നടത്തുന്നു. എൻ്റെ ഒരു സാക്ഷ്യത്തിലും, എൻ്റെ എത്രയോ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരോമി TV-യിലെ, ജോയ്സ് TV-യിലെ, പ്ലസ് മീഡിയയിലെ, അതുപോലെ വി സ്ക്വയർ TV-യിലെ, പവർ വിഷൻ ചാനലിലെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരിടത്ത് എൻ്റെ ഒരു ആവശ്യം, ഞാനൊരു ചെറിയ സംവിധാനത്തിൽ ജീവിക്കുന്നയാളാണ്, ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടും, ദൈവത്തിൻ്റെ പ്രകാശം കണ്ടും, ദൈവം എന്നെ കൈക്ക് പിടിച്ചുമാണ് ഇറക്കിക്കൊണ്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാനും അതുപോലെ നടക്കേണ്ട ഒരാളായിരുന്നില്ലേ? എൻ്റെ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ഒരു പക്ഷെങ്കിൽ നടക്കേണ്ട വന്നു. എനിക്കും ജോലി കിട്ടിയില്ല. അത്യാവശ്യ വിദ്യാഭ്യാസവും കലാപരമായ കഴിവുകളും എല്ലാം ഉണ്ടായിട്ടും എനിക്കും ജോലി കിട്ടിയില്ല. പക്ഷേ ജോലിക്ക് വന്നു കേട്ടോ, പോയില്ല. സദേൺ റെയിൽവേയിൽ അനൗൺസറായിട്ട് വിളിച്ചു. അങ്ങനെ ടെലിഫോൺ ഓപ്പറേറ്റിംഗ് വേണമെങ്കിൽ SPT കിട്ടുമായിരുന്നു. ആകാശവാണി തന്നെ സെക്കൻഡ് ഗ്രേഡ് ആർട്ടിസ്റ്റായിട്ട് പോകാമായിരുന്നു. അതൊന്നും പോകാതെ ഈ 2 പേരോട് ഇതുപോലുള്ള ചാനൽ വന്നു, അതുപോലെ തന്നെ ചെറിയ യോഗ സ്ഥലത്തും, ആയിരങ്ങൾ കൂടുന്ന സ്ഥലത്തും, മഹായോഗങ്ങളിലും എൻ്റെ അനുഭവ സാക്ഷ്യം പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാം പറയുന്നത് കർത്താണോ എടുത്താണോ എന്ന് എനിക്കറിയത്തില്ല. ബൈബിള്, ആ ബൈബിൾ എടുത്തോണ്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊന്നും വിചാരിക്കരുത്. ദൈവം നടത്തും, അതൊരു വേറെ വിഷയം. എന്നോട് എൻ്റെ ഒരു അളിയൻ ചോദിച്ചു, നീ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം എങ്ങനെയാ ജീവിച്ചത്? അത് ജീവിക്കാനാണ്, മരിക്കുമായിരുന്നോ എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ നമ്മൾ എങ്ങനെയാ, എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിപ്പിക്കുന്നവരെ ജീവിപ്പിക്കാനും കൂടിയുള്ള ശ്രമം കൂടെ നമ്മുടെ ഭാഗത്തുണ്ട്. ജീവിക്കുക മാത്രമല്ല, ജീവിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്, നമുക്ക് സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ്
അതുകൊണ്ടാണ് ഞാൻ യേശുവിൻ്റെ ആ പ്രകാശവും ശക്തിയും ശബ്ദവും കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് രൂപം കൊടുത്ത് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആരംഭിച്ച പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ അവരെ നിഷേധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യമായി ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ്, കാഴ്ചയില്ലാത്തൊരു വൈകല്യങ്ങളോട് ചേർന്നൊരു പ്രവർത്തനത്തിന് സ്റ്റാർട്ട് ചെയ്തു. 1990 ഏപ്രിൽ 9 അത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ആത്മീയ പിതാവുള്ളത് മുമ്പേ പറഞ്ഞില്ലേ, എന്നെ കർത്താവിലേക്ക് നടത്തിയ ആത്മാവിൻ്റെ പിതാവിൻ്റെ ചർച്ചിൽ വെച്ചാണ് അത് ഫോം ചെയ്തത്. 10 വർഷം ഞാൻ അതിൻ്റെ വൈസ് ചെയർമാനായിട്ടും ചെയർമാനായിട്ടും സെക്രട്ടറി ആയിട്ടും ഫൗണ്ടറായിട്ടൊക്കെ ഇരുന്നു. വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ആയി. അതിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തൊക്കെ ആയപ്പോൾ ഞാനിപ്പോൾ അതിനകത്തില്ല. എൻ്റെ മെമ്പർഷിപ്പ് കാണും, ഞാൻ അതിലില്ല. അതിനുശേഷം ഞാൻ ബ്ലസ് ഇന്ത്യ, ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ് പ്ലസ് അത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ലക്ഷ്യം ഇതേ ഉള്ളതാണ്. കാഴ്ചയില്ലാത്തവർ വായിക്കുന്ന ലിപിയിൽ എൻ്റെ അനുഭവങ്ങളും ലേഖനവും പോർഷൻസും ഒക്കെ തയ്യാറാക്കി കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനമെടുത്ത് ഞാൻ അങ്ങനെ എഴുതി. ആദ്യമായി എഴുതിയപ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു വിജയൻ രക്ഷിക്കപ്പെട്ടു കുടുംബമായിട്ട്. അങ്ങനെ പലരും രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്കൊരു പ്രേരണയായി. അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ജോലി വേണ്ട. എന്നെ അറിയാവുന്നൊരു വർഗീസ് റെയിൽവേയിലെ കൊമേഴ്ഷ്യൽ ക്ലർക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ജോലിയുടെ പേപ്പർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോകണ്ട മോനെ, പോയാൽ 5 അക്ക ശമ്പളം കിട്ടുമായിരിക്കും, പക്ഷേ ഇതുപോലെ അനവധി ആളുകളെ നേടാൻ കഴിയില്ലാതെ വരും, സർവ്വണ്ടാന്ന് പറഞ്ഞു. എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ വാക്ക് വലിയൊരു ദേവദൂതൻ പറയുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇന്നും ജീവിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളും മോളെ MBA കഴിഞ്ഞു. നല്ല ജോലി ആയില്ല. മോൻ സൗണ്ട് എഞ്ചിനീയർ, BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് സൗണ്ട് എഞ്ചിനീയറാണ്, പൗരുഷനിൽ വർക്ക് ചെയ്യുന്നു. അത്യാവശ്യ കാര്യങ്ങൾ ദൈവം അവരെ പഠിപ്പിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അത്യാവശ്യ കാര്യങ്ങൾ, ഒരു ചെറിയ വീട്, വാർക്ക വീടൊന്നുമല്ല, അത് ഞാൻ പറയരുത്, മറ്റൊന്നും വിചാരിക്കരുത്, പക്ഷെ ഒരു ഷീറ്റിട്ട വീടാ, അത് മതി എനിക്ക് അത്രേ ആവശ്യമുള്ളായിരുന്നു. ഒരു ഡോക്ടർ ജോയ് സാർ പറഞ്ഞു, അദ്ദേഹം ആസ്ട്രേലിയയിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണകുമാർ സാറിന് ഒന്നും കൊടുക്കാനൊക്കത്തില്ല, കൊടുത്താലേ അദ്ദേഹത്തിൻ്റെ വീടിന് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അദ്ദേഹം കൊണ്ട് കൺവെൻഷൻ നടത്തും, ക്യാമ്പും നടത്തും, അല്ലെങ്കിൽ പരസ്യവും നടത്തും എന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ നാളുകളായി അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും കിട്ടി അത് ചെയ്യണമെന്നാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു, എനിക്ക് ഇന്ന് ഈ ഫിന്നി സാർ സംഘടിപ്പിച്ച ഇന്ന് ഈ മീറ്റിംഗ് വന്ന ദൈവാനുഗ്രഹമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ, 4 വർഷം മുമ്പ് അദ്ദേഹം വിചാരിച്ചിട്ട് പറ്റിയില്ല, പക്ഷെ ഇന്ന് വന്നത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വരുന്ന ഏപ്രിൽ 19 മാവേലിക്കര പുന്നമൂട് ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കാഴ്ചയില്ലാത്തവർ പാടുന്നു, കാഴ്ചയില്ലാത്തവർ തന്നെ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നു, കാഴ്ചയില്ലാത്തവർ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നു. ഈ വരുന്ന ഏപ്രിൽ 19 വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെയാണ് അത്. അപ്പൊ അത് തികച്ചും വിശ്വാസം ചെയ്യുക. ഞങ്ങളെ ഒത്തിരി പള്ളിക്കാർ വിളിച്ച് പ്രോഗ്രാം തരാറുണ്ട്. അത് നല്ല പൈസയാണ് തരുന്നത്. ഞങ്ങളൊന്നും ഇന്ന് വരെ ഫീസ് പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയാവുന്ന പോലെ അവർ തരാറുണ്ട്. പള്ളികളിലെ CSIക്കാരും മർദ്ദവക്കാരാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത്. അവരോടാണ് ഞങ്ങൾക്ക് മിനിസ്ട്രിയോട് സ്നേഹമുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം. നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഇഷ്ടം പോലെ ചാനലിലൊക്കെ കണ്ടു കാണാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങള്. അപ്പൊ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ പുതിയ പ്രവർത്തനം ആരംഭിച്ചിട്ട് 94 മുതൽ ആരംഭിച്ചതാ ബ്ലസ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ്. ആ പേര് മാറ്റിയില്ല. അതിന്റെ പേരില് പ്ലസ് വോയിസ് എന്ന് പറഞ്ഞ് ഗായ സംഘം ഉണ്ടാക്കി. 15ലധികം കാഴ്ചയില്ലെന്ന് പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും പോയി കുട്ടുകയോ പാടുകയോ ചെയ്യുകയല്ല. അവരൊക്കെ ഗാനപ്രവീണ, ഗാനഭൂഷണം, പിന്നെ ഡിപ്ലോമ ഉള്ളവര്. എൻ്റെ കൂടെ വയലിൻ വായിക്കുന്ന ആള് LLM-കാരനാ, മാസ്റ്റർ ഓഫ് ഫ്ലോ ഉള്ള ആളാ, നോയിൽ മാസ്റ്റർ ഉണ്ട്. അപ്പൊ അങ്ങനെ ആളാ വയലിൻ വായിക്കുന്ന ആള്. എൻ്റെ കൂടെ പിന്നെ ഫ്ലൂട്ട് ആൻഡ് സാക്സ് വായിക്കുന്ന ആള് BA കഴിഞ്ഞിട്ട് BTH പഠിച്ച ആളാണ് വായിക്കുന്നത്. അതുപോലെ എല്ലാം തബലയായാലും കീബോർഡ് ആയാലും വായിക്കുന്ന എല്ലാം കാഴ്ചയില്ലാത്ത ടോട്ടലി സൈറ്റ്ലെസ് ആണ്. 2 പേരെ മാത്രം ഞങ്ങൾ ചിലപ്പോൾ പുറത്തു നിൽക്കും. കാരണം ഞങ്ങളെ സഹായിക്കണം, നൊട്ടേഷനൊക്കെ പറഞ്ഞു തരണമല്ലോ, മൈക്ക് സെറ്റ് കയറ്റണം, അതിൻ്റെ നൊട്ടേഷൻ പറഞ്ഞു തരണം. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് 2 പേരെ എടുക്കും. കഴിഞ്ഞ പ്രോഗ്രാമിന് ആരെയും ഞങ്ങൾ എടുത്തില്ല, എല്ലാം കാഴ്ചയില്ലാത്ത തന്നെയാണ് 2 പ്രോഗ്രാം ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനാ പറഞ്ഞതറിയോ, ഞങ്ങളെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നിയാലോ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോയില്ലേ. അതന്നെയല്ലേ ആ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്ന തികച്ചും വിശ്വാസത്താല. നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ദൈവം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ അതെ.
പ്രത്യേകിച്ച് നമ്മളത് താങ്ക് സംസാരിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് ആ പ്രോഗ്രാമിന് മുമ്പേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ മാസ്റ്ററിനോട് ഒരു വാക്ക് ആ പറഞ്ഞു. പ്രോഗ്രാം നമുക്ക് മുമ്പേ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഞങ്ങൾക്ക് മുമ്പ് തന്നെ ഉപകാരമായിരിക്കും അത്. ടെലികാസ്റ്റ് ചെയ്യുന്ന വാക്ക് പറഞ്ഞു. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ ആ ചെയ്യാം. ദൈവത്തിന്റെ ഞാൻ സ്തോത്രം. വേണമെങ്കിൽ സാറിന് 2-3 ലിങ്ക് ഇട്ട് തരാം. കുറെ പ്രോഗ്രാം ഒന്ന് കണ്ടു ശരി. നോക്കുക. ദൈവം അത് സഹായിക്കട്ടെ. നല്ലൊരു പ്രൊഫഷണൽ നല്ലൊരു പ്രോഗ്രാം ഉണ്ട്. സാക്ഷിയാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആ സാറേ അപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ആ എന്തെങ്കിലും? അപ്പൊ പിന്നെ ഞാൻ ഇനി അത്യാവശ്യമായിട്ട് പറയാൻ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായ ശബ്ദമോ ഭാഷയോ പ്രാസപ്രയോഗങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചാൽ എനിക്കതാ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു. തനിയെ സഞ്ചരിക്കാൻ നടക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഇത്രത്തോളം ജീവിച്ചില്ലേ? എൻ്റെ 12 വയസ്സിലാണ് 13 വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇത്രത്തോളം ജീവിച്ചില്ലേ? കർത്താവ് എന്നെ നടത്തി. ഇതെങ്ങനെ സംഭവിച്ചു എന്നാൽ ഇതിന്റെ പിന്നിൽ രഹസ്യം കർത്താവ് നടത്തി എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ദൈവം എന്നെ സൂക്ഷിച്ചു, ദൈവം ദൈവത്തിന്റെ എന്നെ സ്തോത്രം. പരിപാലിച്ചു. ദൈവം ഡോക്ടറാണ്. യേശു കരം പിടിച്ച് നടത്തുന്നവനാണ്, കാഴ്ച തരുന്നവനാണ്, കേൾവി തരുന്നവനാണ്. ശബ്ദം കേൾപ്പിക്കും, പ്രകാശം കാണിക്കും, ശബ്ദം കാണിക്കും. ആരെയും ഭിക്ഷുവായി നടത്താൻ ആഗ്രഹിക്കുന്നില്ല, സമൃദ്ധിയായി നടത്തും. ഇതിനപ്പുറത്ത് എന്താ നമുക്ക് പറയാനുള്ളത്? എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഒത്തിരി ഇത്ര വലിയ വാക്യങ്ങൾ എനിക്ക് കർത്താവ്. പറയണമെന്നുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ഒറ്റ ശരി. വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവസാനത്തെ വാക്യം ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ട ഇടത്ത് നിങ്ങളെ വരുത്തേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്തുകൊള്ളും. ഇത് ആര് പറഞ്ഞ വാക്കാ? നമ്മുടെ കുടുംബത്തിലെ രക്ഷകർത്താവ് പറഞ്ഞതല്ല, പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതല്ല, പ്രസിഡന്റ് പറഞ്ഞതല്ല, അതെ. MLA MPO പറഞ്ഞതല്ല, മുഖ്യമന്ത്രി പറഞ്ഞതല്ല, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് പറഞ്ഞതല്ല. അഖിലാണ്ടത്തെ സകലത്തെയും ചമച്ചവനായ ദൈവം പറഞ്ഞു, നിങ്ങൾ യേശുവിനെ അനുഭവിച്ചറിയണം. ശബ്ദം കേൾക്കാൻ, പ്രകാശം കാണിക്കാൻ പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലയേറിയതുമായ ഈ സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു. ഇങ്ങനൊരു സാക്ഷ്യം ലോകത്തെ കേൾപ്പിക്കാൻ പ്രിയ ഫിന്നിസാറിനും കുടുംബത്തിനും പ്രസാദം തോന്നിയാൽ ദൈവത്തിന് സ്തുതിക്കുന്നു. ദൈവം അവരോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ കൊണ്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. പാകവെക്കാനാണ് എടീനെ സഹായിച്ചല്ലോ. ഈ ഭവനത്തിൽ വന്നിരുന്ന കർത്താവെ, പ്രിയ പൈതല് ഈ കാര്യങ്ങൾ ചെയ്ത് മനസ്സ് കാണിച്ചു. പൈതലിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെ എല്ലാം ദൈവം സന്ദർശിക്കണമേ. അടിയന്റെ ഭാഷയ്ക്കോ ശബ്ദത്തിനോ വാക്കുകൾക്കോ ഒന്നും ശക്തിയില്ല. എന്നാൽ പരിമിതമല്ലാത്ത അമിതമായ ശക്തി കൽപ്പിക്കുന്ന കർത്താവിന്റെ ശബ്ദം അവര് കേൾക്കുവാൻ, യേശുവിനെ അനുഭവിച്ചറിയാൻ കേൾക്കുന്നവർക്കെല്ലാം കാണുന്നവർക്കെല്ലാം ദൈവം കൃപ വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖാന്തരമാക്കിയ ആസാദി TVക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. എല്ലാറ്റിനായി നന്ദി. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിൽ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.